ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് വർഷാന്തരയാഗം കഴിക്കാൻ 12 ഗോത്രത്തിൽ നിന്നും ആളുകൾ വരും. എഫ്രൈം ഗോത്രത്തിൽ നിന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഫ്രൈം മലനാട്ടിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം. എൽക്കാനയും കുടുംബം എത്തി. എൽക്കാനയുടെ ഭാര്യ ഹന്ന വളരെ വേദന തിന്ന് ദുഃഖം അനുഭവിച്ച് ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാണ് അവിടെ ആരാധിക്കാൻ വന്നത്. വേണമെങ്കിൽ ഒരുപാട് ന്യായം പറയാം. വീട്ടിൽ പ്രശ്നം, പുറത്ത് പ്രശ്നം, സഭയെ പ്രശ്നം, പ്രൈസ് ഗോഡ്, ആലയത്തിൽ പ്രശ്നം എല്ലാം ഉണ്ട്. ഹോഫിനി, ഫിനഹാസ് എല്ലാം ഉണ്ട്. പക്ഷേ പ്രൈസ് ഗോഡ്, ഹന്ന അനുഗ്രഹിക്കപ്പെട്ടോ? ഹന്ന അനുഗ്രഹിക്കപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നമുള്ള സ്ഥലത്തായാലും വേണ്ടുകയില്ല, എന്ത് പ്രതികൂലമുള്ളിടത്താണെങ്കിലും വേണ്ടുകയില്ല, എൻ്റെ ഹൃദയം എൻ്റെ ദൈവസന്നിധിയിൽ പകരാനിടയായാൽ ഹന്ന അനുഗ്രഹിക്കപ്പെടേണ്ട ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. ഞാൻ എൻ്റെ സങ്കടം ദൈവസന്നിധിയിൽ പകരുകയാണ്, എൻ്റെ ഹൃദയം ഞാൻ ദൈവസന്നിധിയിൽ പകരുകയാണ്. ഇന്നിവിടെ ഇരുന്ന് പോകുന്നത് വരെ ഹന്നയെ പോലെ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയം പകർന്നുകൊണ്ടിരുന്നാൽ പ്രൈസ് ഗോഡ്, പിന്നെ അവൾ എഴുന്നേറ്റ് പോയി അവളുടെ മുഖം വാടിയതുമില്ലെന്ന് വായിക്കുന്നത് പോലെ ഇവിടെ നിന്ന് ഈ പടി കടന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ മുഖത്തിന്റെ വാട്ടം മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാ വാട്ടങ്ങളും മാറ്റുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. എല്ലാ മുഖത്തിന്റെ വാട്ടങ്ങളും മാറ്റുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള കൃപ വ്യാപരിക്കട്ടെ. കർത്താവേ, നിന്ദകൾ മാറ്റുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആ ദിവസം വരെ ഹന്നയുടെ ജീവിതത്തിൽ എടുത്താൽ എല്ലാവരും നിന്ദിക്കുന്ന അനുഭവമായിരുന്നു. ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ പോയി, പ്രൈസ്, അവിടുത്തെ സഹോദരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സകലരും എന്നെ നിന്ദിക്കും, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടല്ല, എന്നെ ഭയങ്കരമായിട്ട് നിന്ദിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പം നിന്ന് മാറി എന്ന് പറഞ്ഞു. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹന്നയെ അവളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും പ്രതിയോഗി മുഷിപ്പിച്ച് നിന്ദിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നിന്ന, പ്രൈസ് ഗോഡ്, ആ കാലത്ത് മക്കളില്ലാത്ത മച്ചി എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയാണ്. വീട്ടിനകത്തും പുറത്തും എല്ലാം നിന്ദിക്കപ്പെട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഭാരപ്പെട്ട് നിരാശപ്പെട്ട്, പ്രൈസ് ഗോഡ്, അവൾ ആലയത്തിൽ വന്നു. അന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ മുഖത്തിന്റെ വാട്ടം മാറി. പിന്നെ അവൾ വന്നത് മറുപടിയുമായിട്ടാണ്. ഇത് മനസ്സിലാക്കി ഇന്ന് പകല് വിടുതൽ മേടിക്കാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, അനുഭവം, എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള അനുഭവത്തിൽ ഞാൻ പറയാം. പ്രൈസ് ഗോഡ്, ദൈവസന്നിധിയിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ തീരുമാനിക്കും, ഇന്ന് എൻ്റെ വിഷയത്തിനൊരു പരിഹാരം കണ്ടേ ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലോട്ട് പോകും, ഇനി എനിക്കിങ്ങനെ പോകാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഏശാവ് 400 ആളുകളുമായിട്ട് എതിരെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് ഭ്രമിച്ച് നടുങ്ങിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? ഏശാവ് പറഞ്ഞിട്ടുണ്ട്, അപ്പൻ മരിക്കുന്ന സമയം വരും, അപ്പോൾ ഞാൻ നിന്നെ എടുത്തോളാം, നിന്നെ കണ്ടോളാം, പ്രൈസ് ഗോഡ്, നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഓർമ്മ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഏശാവ് 400 ആളുകളുമായിട്ട് വരുന്നത് ദൈവത്തിന് സ്തോത്രം വെറുതെ അല്ലെന്ന് മനസ്സിലായിട്ട്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്തെന്നറിയാമോ? പ്രൈസ് ഗോഡ്, തനിക്ക് അറിയാവുന്ന വിധത്തിൽ ചില ചെറിയ സൂത്രപ്പണിയൊക്കെ നടത്തി നോക്കി. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. പക്ഷേ ഹല്ലേലൂയ, ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെയും ഏശാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം പറഞ്ഞു, 2 കൂട്ടമായിട്ട് പിരിയട്ടെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. പറ്റിയില്ല. 2 കൂട്ടമായിട്ട് തിരിച്ചു. എല്ലാ പ്രവൃത്തിയും ചെയ്ത് നോക്കിയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. കയ്യിലൊരു വടിയുണ്ട്. സാധാരണഗതിയിൽ വടി ഡിഫെൻസീവ് വെപ്പണാണ്. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ തടുക്കാം, അതുകൊണ്ട് അടിക്കുകയും ചെയ്യാം. പക്ഷേ യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ഈ കാട്ടുകമ്പ് കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല, തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യമാണെന്ന്. ഒടുവിൽ യാക്കോബ് പറഞ്ഞു, കർത്താവേ, ഈ വടി വായിച്ച് അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും, എത്രാമത്തെ വാക്യമാണ്? 10. സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോട് കൂടെ മാത്രമല്ല, ഒരൊറ്റ വടിയും കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടന്നത്. ആമേൻ. ഇപ്പൊ എല്ലാവരെയും മുമ്പോട്ട് വിട്ടു. ഇനി ഞാൻ ഈ വടിയും മാത്രം ശേഷിച്ചിരിക്കുന്നു. എനിക്ക് കിട്ടിയതിനെ സംരക്ഷിക്കാൻ ഈ വടി കൊണ്ട് നടക്കത്തുമില്ല. 400 ആളുകളുമായി, അഭ്യാസികളായ 400 ആളുകളുമായി വരുന്ന ഒരു കൂട്ടത്തോടെ ഒരുത്തനൊരു വടിയും കൊണ്ട് എന്തോ ചെയ്യാനാ? പ്രൈസ് ഗോഡ്. യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ഇനി ദൈവം മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അവിടെ അടുത്ത് വായിക്കുന്നത്, അവൻ ദൈവത്തോട് മല്ലു പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല.
നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് പകല് ആരാധനയ്ക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തോട് പറ, കർത്താവേ, ഇന്ന് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. ആ അനുഗ്രഹം എവിടെ ചെന്ന് അവസാനിച്ചെന്നറിയാമോ? കൊല്ലാൻ വന്ന ഏശാവ് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് സന്തോഷത്തോടെ പിരിഞ്ഞു. ഇന്ന് പകൽക്കാലം നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികളെ പ്രൈസ് ഗോഡ് തകർത്തുകൊണ്ട് പിൻവാങ്ങിച്ചുകൊണ്ട് സന്തോഷത്തിന് പിരിയാനുള്ള മാർഗം വചനത്തിനകത്ത് കിടപ്പുണ്ട്. അത് മനസ്സിലാക്കി ഏറ്റെടുക്കാൻ സാധിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് മുഖത്തിന്റെ മാറ്റം മാറിയേ പോകാവൂ. ഇന്ന് വാട്ടം മാറിയേ പോകാവൂ. ഒരു ഉറപ്പ് പ്രാപിച്ചേ പോകാവൂ. ഒരു ധൈര്യം പ്രാപിച്ചേ പോകാവൂ. ഞാൻ ഇവിടെ കൊണ്ടുവന്ന എന്റെ വിഷയം എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മറുപടി ഞാൻ വാങ്ങിച്ചു പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യെരുശലേമിൽ ശീലോവിൽ 12 ഗോത്രത്തിന് ആളുകൾ വന്നെങ്കിലും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മറുപടി പ്രാപിച്ചു പോയത് ഒരാളെ ഉള്ളെന്ന. ഇവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും ഇതിനകത്ത് ശരിക്കും വിശ്വസിച്ച് എല്ലാവരും കൈയടിക്കും, എല്ലാവരും സ്തോത്രം പറയും, എല്ലാവരും ഹല്ലേലൂയ പറയും, എല്ലാവരും അന്യഭാഷയും പറയും. പക്ഷെ ശരിക്കും ഇത് ഏറ്റെടുക്കുന്ന ഒരാൾ ചിലപ്പോൾ കാണത്തുള്ളൂ. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആ ആൾക്ക് വിടുതലുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ആ വ്യക്തി നീയാകട്ടെ, ആ വ്യക്തി നീയാകട്ടെ. മറ്റുള്ള ഇടത്തും വലത്തും പുറകിലും മുമ്പിലും ഉള്ളവർക്കുള്ള വിഷയം എനിക്ക് അറിയത്തില്ല, എൻ്റെ വിഷയം എനിക്കറിയാം. ആ വ്യക്തി ഞാനാണ്. ആമേൻ. അപ്പം അതുകൊണ്ട് ഇന്ന് ലഭിക്കുന്ന ഈ സന്ദർഭം നമുക്ക് ഉപയോഗിക്കാനിടയാകണം. സങ്കീർത്തനം 16, ദൈവത്തിന്റെ സ്തോത്രം, ദാവീദിന്റെ സ്വർണ്ണഗീതമെന്ന് നമ്മൾ കേട്ടു. ഹല്ലേലൂയ. ഇത് സ്വർണ്ണഗീതമായത് എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഒരു ഭക്തന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഇതിനകത്ത് കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഇതിനകത്ത് കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ആ ടേണിംഗ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, സാധാരണ സുബോധമുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നറിയാമോ? 5 വിധത്തിലുള്ള തീരുമാനമെടുക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. ജീവിതത്തിൽ ചില ടേണിംഗ് പോയിന്റുകൾ എല്ലാവർക്കും വരും, എല്ലാവർക്കും വരും. പാവപ്പെട്ടവർക്കും പണക്കാർക്കും ദാരിദ്ര്യമുള്ളവർക്കും ദാരിദ്ര്യം, എല്ലാവരും എടുത്തു നോക്കിക്കോ. വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസമില്ലാത്ത എല്ലാവർക്കും ചില ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. ആ ടേണിംഗ് പോയിന്റ് വരുമ്പം ബുദ്ധി ഉപയോഗിച്ച്, യുക്തി ഉപയോഗിച്ച് ചില തീരുമാനങ്ങൾ എടുക്കണം. പ്രൈസ് ഗോഡ്. എടുക്കേണ്ട വിധത്തിൽ തീരുമാനങ്ങൾ എടുത്താൽ അതിൻ്റെ പുറകെ ദൈവം ചില ദർശനങ്ങൾ തരും, കാഴ്ചപ്പാടുകൾ തരും, റെവലേഷൻ തരും. പ്രൈസ് ഗോഡ്. ആ റെവലേഷൻ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിന്ന് കൊടുത്താൽ അതിൻ്റെ പുറകെ റിസൾട്ട് വരും. അപ്പം 5 ഡിസിഷൻ ഇതിനകത്തുണ്ട്, 5 റെവലേഷൻ ഉണ്ട്, 5 കോൺസിക്വൻസസും ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 5 ഡിസിഷൻ, 5 റെവലേഷൻ, 5 കോൺസിക്വൻസസ് ഓർ റിസൾട്ട്സ്. ഇത് ഓരോന്നും നമ്മളൊന്ന് വേഗത്തിൽ പരിശോധിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ സുവിശേഷം, ഈ സങ്കീർത്തനം കേട്ട് കഴിയുമ്പം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 5 വിധത്തിൽ സങ്കീർത്തനക്കാരൻ എടുത്ത പോലെ ഡിസിഷൻസ് എടുക്കണം. സാധിക്കുമെങ്കിൽ ദൈവസന്നിധി തീരുമാനം എടുത്തു കഴിഞ്ഞ ശേഷം പ്രാർത്ഥിച്ച് ഒരു റെവലേഷൻ ഉണ്ടാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അതിൻ്റെ ഫലം നമ്മൾ പ്രാപിക്കണം. സാധിക്കുമെന്ന് ഉറപ്പുള്ളവർക്കൊരു സ്തോത്രം ചെയ്യാമോ? ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം. 1-ാമത്തെ വാക്യം, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാത്തുകൊള്ളണമേ. പ്രൈസ് ഗോഡ്. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1-ാമത്തെ വാക്യം, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. പ്രിസർവ് മീ ഓ ഗോഡ്, ഫോർ ഇൻ thee do I put my trust. പ്രൈസ് ഗോഡ്. ആത്മാർത്ഥമായിട്ട് ഈ വാക്യം പറയാനായിട്ട് എത്ര പേർക്ക് പറ്റും? 1-ാമത്തെ വാക്യം എന്നൊന്ന് ഉറക്കെ പറഞ്ഞ്, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. ദൈവികമായ അനുഗ്രഹം പ്രാപിക്കുന്നതിൻ്റെ പുറകിൽ, രക്ഷപ്പെടുന്നതിൻ്റെ പുറകിൽ, അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ പുറകിൽ സകല മനുഷ്യർക്കും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ആ ടേണിംഗ് പോയിന്റ് എന്താണെന്നറിയാമോ?
പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഏത് ജാതിയെന്ന് ഞാൻ പറയുന്നില്ല, ഏത് മതമെന്ന് ഞാൻ പറയുന്നില്ല, ഏത് സമുദായമെന്ന് ഞാൻ പറയുന്നില്ല. പ്രൈസ് ഗോഡ്. ഇനി നിങ്ങൾ പുറകോട്ട് നോക്കി, നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ യാക്കോബായ സഭയിലായിരുന്നിരിക്കാം, കത്തോലിക്ക സഭയിലായിരുന്നിരിക്കാം, മർത്തോമ സഭയിലോ CSO സഭയിലായിരുന്നിരിക്കാം, ഹിന്ദു മതത്തിലായിരുന്നിരിക്കാം, മറ്റേതെങ്കിലും മതത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇവിടെ വന്ന് ദൈവത്തെ അറിയാൻ ഇടയാകുന്നതിൻ്റെ ആദ്യത്തെ പടി എന്തായിരുന്നു? പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതാണോ? പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതാണോ? ഹല്ലേലൂയ. വെറുതെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതല്ല, ജന്മം തൊട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഏത് ജാതിയിൽപ്പെട്ടവനും പ്രാർത്ഥിക്കാത്തവരില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ജീവിതത്തിൽ ചില വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ, വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ, ചിലതൊക്കെ നഷ്ടമായപ്പോൾ, ചില കഷ്ടങ്ങൾ വന്നപ്പോൾ, ചില രോഗങ്ങൾ വന്നപ്പോൾ, ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നപ്പോൾ, ഹല്ലേലൂയ, അന്നേരം അതുവരെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയല്ല, ശക്തമായ ചില പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥന ദൈവമായിട്ട് നിങ്ങളെ അടുപ്പിച്ചു. അത് ശരിയാണെങ്കിൽ ഒരു സ്തോത്രം ചെയ്യ്. അപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു, ഭാരങ്ങൾ വന്നു, കഷ്ടങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു. അങ്ങനെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ആ പ്രാർത്ഥനയിൽ കൂടെ ഞാൻ ദൈവത്തോട് അടുക്കാൻ ഇടയായി. അങ്ങനെ അനുഭവങ്ങളൊക്കെ സ്തോത്രങ്ങൾ പറയാം. അങ്ങനെയാണെങ്കിൽ ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി തീർന്നു, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി തീർന്നു. എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടത്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടത്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്, എൻ്റെ ബിസിനസ് തകർന്നത്, എനിക്ക് കടം വന്ന് കയറിയത്, എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നത്, എൻ്റെ ദൈവം എനിക്ക് ഗുണമാക്കി മാറ്റി, ഗുണമാക്കി മാറ്റി, ഗുണമാക്കി മാറ്റി. അതൊരു ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി വേറെ ചിലർ പറയും എനിക്ക് പ്രശ്നമൊന്നും വന്നില്ല, സമ്മതിച്ചു. ഒരു പ്രശ്നവും വന്നില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണോ ഇവിടെ നിന്റെയൊക്കെ ആരംഭം? എൻ്റെ അനുഭവം പറയാം, എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നവും വന്നില്ല. പക്ഷേ കുറേ പേര് പ്രാർത്ഥിക്കാനിരിക്കുന്നത് കണ്ടപ്പോൾ, ആർട്സ് കോളേജിൽ പഠിക്കുന്ന കുറച്ച് പേര് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്നത് കണ്ടപ്പോൾ അതിൽ ചുമ്മാ പോയതാ. ഞാൻ ചോദിച്ചു എന്നെയും കൂട്ടുമെന്ന് ചോദിച്ചു. വന്നോളാൻ പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോയിരുന്നതാണ് എന്നെ ഇപ്പം ഇതുവരെ എത്തിച്ചത്. പ്രാർത്ഥനയിൽ കൂടെയാണ് ഒരു എക്സ്പ്ലോഷൻ ആരംഭിക്കുന്നത്. പ്രാർത്ഥനയിൽ കൂടെയാണ് വ്യത്യാസങ്ങൾ ആരംഭിക്കുന്നത്. പ്രാർത്ഥനയിൽ കൂടെയാണ് പുതിയ വഴികൾ വെട്ടി തുറക്കുന്നത്. ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, അന്നും ഇന്നും ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുമ്പം വഴി തുറന്നിരിക്കും. ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ശക്തി വർദ്ധിക്കുമ്പോൾ വിടുതലുകൾ വന്നിരിക്കും. ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ആ മുഖ്യത കൊടുത്തു കഴിയുമ്പോൾ ആ വീട് ഉയർന്നിരിക്കും. എന്നാൽ ഏത് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കുറയുന്നുവോ, ഏത് വീട്ടിൽ പ്രാർത്ഥിക്കാൻ നേരമില്ലെന്ന് തോന്നുന്നുവോ, ഏത് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് സമയമില്ലെന്ന് തോന്നുന്നുവോ, അവിടെ അധപ്പതനം ആരംഭിക്കും. ശരിയാണോ? ശരിയാണോ? നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അധപ്പതനം. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അധപ്പതനം. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ താഴോട്ട് 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 പോകും. ആരും തെല്ലിയിടണ്ട, തന്നെ പോകും. എന്ത് ചെയ്യണം? വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. പണ്ടത്തെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ട് നിൽക്കല്ലേ. പണ്ടൊക്കെ അമ്മച്ചിമാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ ദൈവത്തെ ഇരുത്തി പൊറുപ്പിക്കാത്തത് കൊണ്ടാടാ നീയൊക്കെ ജീവിക്കുന്നേ. എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഒരാൾ ദൈവത്തെ വിളിക്കണോണ്ടാണ് ഈ വീട് ഇങ്ങനെ നിന്നു പോകുന്നത്. അത് പണ്ടത്തെ കാര്യമാണ്. അതങ്ങ് മാറ്റി വച്ചിട്ട് ഞാനും എൻ്റെ കുടുംബവും. പ്രൈസ് ഗോഡ്. പണ്ടാണെങ്കിൽ ഒരു 10-20 എണ്ണത്തിനെ സംഘടിപ്പിച്ചാലേ ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കും. അതുകൊണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ. ഇപ്പോഴാണെങ്കിലോ പ്രൈസ് ഗോഡ്, ഇപ്പോഴാണെങ്കിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പനും അമ്മയും കൂടെ വിചാരിച്ചാൽ ഓരോന്നിനെ ഈ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്ന് അവിടെ ഇരുത്താനേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. പക്ഷേ പുലി പോലെ നിൽക്കുന്നത് നിങ്ങൾ എന്തോ ചെയ്യുന്നുള്ളത് വേറെ കാര്യം. ഞാൻ ഒരു കാര്യം പറയാം. തീറ്റ കൊടുക്കുന്ന അപ്പനും അമ്മയും ആണെങ്കിൽ പ്രാർത്ഥിക്കാൻ പിള്ളേർ വരണമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അപ്പൻ്റെ അമ്മയുടെയും തീറ്റ തിന്നേച്ചും ടിവിയും കണ്ടിരിക്കാനും മൊബൈൽ ഫോണിൽ കളിക്കാനും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് ഇപ്പം വരാമെന്ന് പറയാനും സമ്മതിക്കരുത്. കുടുംബ പ്രാർത്ഥനയുടെ സമയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എല്ലാ പാട്ടുപുസ്തകവും അടക്കി വെച്ച്, എല്ലാ പാട്ടുപെട്ടിയും അടക്കി വെച്ച്, എല്ലാം മാറ്റി വെച്ച് വന്നിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്ന് തൊട്ട് മാറ്റം ആരംഭിക്കും.
പ്രൈസ് ഗോഡ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ഗോഡ്. ചില വീട്ടിലൊക്കെ മൂടനുസരിച്ചാ പ്രാർത്ഥന. നല്ല മൂടാണെങ്കിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഇരുന്ന് കൈ അടിച്ച് പൊളിച്ച് മർക്കോസിന്റെ മാളിക മുറിയാക്കി കളയും വീട്. പ്രൈസ് ഗോഡ്. ഇല്ലെങ്കിലോ ആ സ്ഥിതിക്ക് മാറ്റം വരണ ദൈവമക്കളെ. അനുഗ്രഹം സ്ഥിരമായി കിട്ടണോ? ഗതി മേലോട്ട് 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 തന്നെ പോണോ? ഈ ഒരു തീരുമാനം ഉണ്ടാകണം. ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ഗോഡ്. വീട്ടിൽ റെഗുലറായിട്ട് കുടുംബ പ്രാർത്ഥന ഇല്ലാത്തവരൊന്ന് കൈവയ്ക്ക് ഒരു സ്തോത്രം പറയാമോ? ബോധമുണ്ടോ അപ്പോൾ ഇരിക്കുന്നവർക്ക്? എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ വീട്ടിൽ റെഗുലറായിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടോ? നിങ്ങൾ എന്നെ ആൻസർ ചെയ്ത് വെച്ചാൽ മതി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ കുടുംബം അധപ്പതിക്കും. അതുകൊണ്ടാ പറയുന്നത്, നീ എത്ര കിളച്ചാലും ഒരു പുല്ല് പോലും കിളിക്കുകയില്ല. മനസ്സിലായോ? ഇനി ഒരു കാര്യം ഞാൻ പറയാം. പുല്ലല്ല, ഞങ്ങളുടെ വീട്ടിൽ തെങ്ങുണ്ടെന്ന് പറയുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തെങ്ങുണ്ടാവും, തേങ്ങയും ഉണ്ടാകും. പക്ഷെ തേങ്ങ വിറ്റ് കിട്ടുന്ന കാശ് നിനക്ക് ഉപകാരം പെടത്തില്ല, നിന്റെ ആവശ്യത്തിന് കിട്ടത്തില്ല. അപ്പോൾ വേറെ പ്രശ്നം ഉണ്ടാവും. ഇന്ന് ഒത്തിരി പേർക്ക് വരുമാനമുണ്ട്, പക്ഷെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. മുതലപ്പോഴും നിൽക്കുക. വരുമാനം ഇല്ലാഞ്ഞിട്ടല്ല, പലിശ കൊടുത്ത് തീർക്കുക. പ്രൈസ് ഗോഡ്. ഈ സഭയിൽ ആരാധനയ്ക്ക് വന്നവര് ഒരു മാസം 75,000 രൂപ പലിശ കൊടുക്കുന്ന ആളും എനിക്കറിയാവുന്നവരുണ്ട്. അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരു മാസം മുടങ്ങാതെ ബ്ലേഡ് പലിശ 75,000 വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. എത്ര കിട്ടിയാലും പലിശ അടക്കാൻ തീരുകയില്ല, മുതൽ പിന്നെ നിൽക്കും. ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാം, പലിശയ്ക്ക് കടം മേടിക്കല്ലേ, പലിശയ്ക്ക് കടം കൊടുക്കല്ലേ. രണ്ടും മുടിയും. ദൈവമക്കൾ പലിശയ്ക്ക് കടം കൊടുത്താൽ മുടിയും. ആ പലിശ നിനക്ക് നന്മയാകത്തില്ല, നിനക്ക് മുടിവായിട്ട് മാറും. ബാങ്കിലിടുന്ന നോർമലായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരുത്തൻ്റെ കഷ്ടകാലത്ത് ചെന്ന് പ്രൈസ് കൊടുക്കും. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഈ അന്തിക്രിസ്തു എന്ന് പറയുന്ന, അന്ന് ആൻറ്റിക്രിസ്റ്റ് അല്ല, അന്തിക്രിസ്തു പ്രൈസ് കോഡ് ഹല്ലെ അവസാന കാലത്ത് കാശുമായിട്ട് ഇറങ്ങുന്ന പറഞ്ഞേക്കുന്നത്. യേശുവിനെ നമസ്കരിക്കാതിരുന്ന കാശ് തരാന്ന് പറയും. പ്രൈസ് കോഡ്. കാശിന് ആഗ്രഹമുള്ളവനൊക്കെ കാശ് മേടിക്കുകയും ചെയ്യും, യേശുവിനെ തള്ളി പറയുകയും ചെയ്യും. 30 വെള്ളിക്കാശിന് യൂദാ ചെയ്ത പരിപാടി ചെയ്യുമെന്ന്, വേറൊന്നുമല്ല. അതുപോലെ പ്രൈസ് അന്തിക്രിസ്തുക്കളാണ് ഈ പൈസയും കൊണ്ട് കടം കൊടുക്കാൻ നടക്കുന്നത്. നിങ്ങൾ നോക്കണം. നിങ്ങളെ നന്നാക്കാനല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് കടം തരുന്നവൻ നിങ്ങളെ നന്നാക്കാനല്ല, അവന് നന്നാകാനാണ്. അവന് നന്നാകാനാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം. 100 രൂപയ്ക്ക് 10 രൂപ പലിശയ്ക്ക് വരെ മേടിക്കുന്ന ആളുകളെ എനിക്കറിയാം. 100 രൂപയ്ക്ക് മാസം 10 രൂപ പലിശ എന്ന് പറഞ്ഞാൽ 120% പലിശ. 1000 രൂപ ഇന്ന് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ 10% പലിശയ്ക്ക് കൊടുത്താൽ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് പ്രൈസ് കൊടുക്കും 1200 രൂപയും കിട്ടും, മുതലും കിട്ടും. മനസ്സിലായോ? നിങ്ങൾ 10 രൂപ പലിശയ്ക്ക് 1000 രൂപ മേടിച്ചാൽ പ്രൈസ് ഗോഡ് ഒരു വർഷം കൊണ്ട് 1200 രൂപ പലിശ ഇനത്തിൽ അവന് കൊടുക്കുകയും വേണം. പ്രൈസ് ഗോഡ് പിന്നെ മുതലും കൊടുക്കണം. ചില പറഞ്ഞ 5 പോന്നോട്ടെ 5% ഉള്ളൂ. 60 രൂപയാണ് 60%. 5 രൂപ. ചിലർ 2 രൂപയ്ക്ക് കിട്ടിയ ഇപ്പം ഇവിടെ ആൾ കാണും. ഞാനവിടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അങ്ങ് വിളിച്ചിട്ട് വന്നാൽ മതി, 2 രൂപ പലിശയ്ക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ എടുക്കാൻ ആളുണ്ട് ഇതിനകത്ത്. 24%. ദൈവത്തെ ഓർത്ത് നിങ്ങൾ കടം മേടിക്കല്ലേ, കടം മേടിക്കല്ലേ. നിങ്ങളൊരു തീരുമാനമെടുക്കുക, ദൈവം നിങ്ങളെ സഹായിക്കും. പലിശയ്ക്ക്, കൊള്ളപ്പലിശയ്ക്ക് കടം മേടിച്ച് നന്നായിട്ടില്ല. കൊടുത്തവനും മുടിഞ്ഞിട്ടുണ്ട്, മേടിച്ചവനും മുടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. കുടുംബ പ്രാർത്ഥന ഭംഗിയായി നടന്നില്ലെങ്കിൽ കിളച്ചാലും ഒന്നും ഉണ്ടാകത്തില്ല. ഇനി വല്ലതും ഉണ്ടായാലും അത് പലിശയായിട്ട് പോകും, മുതൽ തങ്ങത്തില്ല. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് ഐശ്വര്യമാണെന്നറിയാമോ? എന്ത് ഐശ്വര്യമാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. പിന്നെ
മക്കളിപ്പോൾ കൂടെ ഉള്ളവരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ 12ാം ക്ലാസ് വരെ കൂടെ പ്രാർത്ഥിക്കാൻ കിട്ടത്തുള്ളൂ, പിന്നെ ആയുസ്സിൽ കിട്ടത്തില്ല. ഇതുപോലെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, 12ാം ക്ലാസ് വരെ മാത്രമേ മക്കളെ ആയുസ്സിൽ ഇതുപോലെ കിട്ടത്തുള്ളൂ, ഇനി കിട്ടത്തില്ല. ഇനി കൂടി വന്നാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും പുതിയ അഡ്മിഷൻ ആവും. ഇപ്പം 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുള്ള അപ്പനോടും അമ്മയോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 7 മാസം കൂടെ ഇതുപോലെ ദിവസവും നിങ്ങളുടെ മകനോടും മകളോടും കൂടെ ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വീട്ടിൽ ഈ ആയുസ്സിൽ അവസരം കിട്ടൂ. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഈ ആയുസ്സിൽ ഇനി ഒരു 7 മാസം കൂടെ ഈ അവസരമുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ പ്രൊഫഷണൽ കോളേജിലേക്ക് ചിലത് അങ്ങോട്ട് പോകും, ചിലത് ഇങ്ങോട്ട് പോകും. ഞങ്ങളുടെ കാര്യം പറയാം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2000 ജൂൺ മാസത്തിൽ അല്ല 2000 സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ 2 മക്കളും ഞങ്ങളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച ലാസ്റ്റ് ഡേ. അതിനുശേഷം റെഗുലറായിട്ട് സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. മനസ്സിലായി? ഒരു ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന മനസ്സിലായിക്കോണം. ഇപ്പോൾ ഒരുത്തൻ അമേരിക്കയിൽ നിന്ന് വരണം, ഒരുത്തൻ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന, ഒരുത്തൻ ഗൾഫിൽ നിന്ന് വരണം. ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നീ ഞാനും ചാകുമ്പോൾ. ജീവിച്ചിരിക്കുമ്പോൾ പറ്റുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന നല്ല സന്ദർഭങ്ങൾ ഒരു ദിവസം പോലും പാഴാക്കാതെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന ഒരു കരമുയർത്തി ഒരു നല്ല സ്തോത്രം പറ. ദൈവസന്നിധിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്, എൻ്റെ ആവശ്യത്തിനല്ല, നിന്റെ വീട്ടിൽ കിട്ടുന്ന നല്ല സന്തോഷമുള്ള അനുഭവങ്ങളുടെ അവസാനം കാണാറായി. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് യെരമ്യാവ് പറയുന്ന നിലവിളി നിങ്ങൾ നോക്കണം. ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്പത്താണ് മക്കൾ. അവർ കൂടെയുള്ള സമയത്ത് അവർക്ക് നല്ല സ്വഭാവത്തിൽ അവരെ വളർത്തി അവരെ നല്ല പൗരന്മാരാക്കി മാറ്റാനുള്ള ബാധ്യത എൻ്റെയും നിങ്ങളുടേതുമാണെങ്കിൽ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, നാം അതിൽ വീഴ്ച വരുത്തുന്നത് ദൈവം പൊറുക്കത്തില്ല. ഒടുവിൽ മനസ്സിലാക്കി വരുമ്പം കറക്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ ഓർത്ത് നിങ്ങൾ ദൈവം തന്നിരിക്കുന്ന ചില നല്ല സമയങ്ങളാണ്, നല്ല സമയങ്ങളാണ്, നമുക്കത് ഉപയോഗിക്കാം. പ്രൈസ് ഗോഡ്. അപ്പം ഒരു വഴിത്തിരിവ് പ്രാർത്ഥനയിലാണ് ആരംഭിക്കുന്നത്. അതിന് മുടക്കം വരരുത്. ഇനി രണ്ടാമത്, വഴിത്തിരിവാണെന്ന് വിചാരിച്ച് ഇന്ന് വൈകുന്നേരം തൊട്ട് പ്രാർത്ഥന ആരംഭിച്ചാൽ കിട്ടുമെന്ന് ചിന്തിക്കല്ലേ. ഇന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കല്ലേ. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഭൂമിയിൽ 2 പേര് ഐക്യമെത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, വീട്ടിനകത്ത് ഐക്യം വേണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം വേണം. അപ്പനും അമ്മയും മക്കളും തമ്മിൽ ഐക്യം വേണം. മക്കളും തമ്മിൽ ഐക്യം വേണം. ഇതാർക്ക് നടപ്പാക്കാൻ പറ്റും? വീട്ടിലുള്ളവർക്കല്ലാതെ മറ്റാർക്കും പറ്റത്തില്ല. ദൈവമക്കളെ, നിങ്ങളൊന്ന് പറ, നിങ്ങളുടെ വീട്ടിൽ ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഐക്യത്തോടെയാണോ? അപ്പൊ ചിലർ ഞങ്ങളുടെ വീട്ടിൽ വഴക്കൊന്നുമില്ല, ഞങ്ങൾ ദിവസം പ്രാർത്ഥിക്കും, പക്ഷെ ഐക്യതയാണോ? ഉദാഹരണം പറയാം, നിങ്ങൾ വിചാരിക്കും ഐക്യതയോടെയാണ്. നല്ലെന്ന് ഞാൻ തെളിയിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. ഒരാൾ പറയുന്നു 8 മണിക്ക് പ്രാർത്ഥിക്കണം, 4 പേരുണ്ട്. വേറൊരാൾ പറയുന്നു 9 മണിക്ക് പ്രാർത്ഥിക്കണം. വേറൊരാൾ പറയുന്നു 10 മണിക്ക് പ്രാർത്ഥിക്കണം. അപ്പം പറഞ്ഞു 6 മണിക്ക് പ്രാർത്ഥിക്കണം. ഞാൻ അന്നേരം കാണത്തില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഐക്യതയോടെയാണോ? ഇതിലേതെങ്കിലും പ്രാർത്ഥന ഐക്യതയോടെ ആവുമോ? 8 മണിക്കാരന് വേണ്ടി മുട്ടുകുത്തുമ്പോൾ 9 മണിക്കാരൻ മുറുങ്ങിക്കൊണ്ടിരിക്കുക അവിടെ. ഐക്യതയല്ല. ഐക്യത എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം, ഒന്ന് തന്നെ ചിന്തിക്കണം, ഏക അഭിപ്രായത്തിൽ ഭിന്നത ഭാവിക്കാതെ യോജിച്ചിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിക്കണം. എങ്ങനെ തീരുമാനിക്കണം?
ഓരോരുത്തരുടെയും സുഖസൗകര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഒരു സമയം കണ്ടെത്തണം. സൂര്യൻ അസ്തമിച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സമയം കണ്ടെത്തണം. അത് ദിവസവും നടപ്പാക്കാവുന്ന സമയമായിരിക്കണം. അതിൽ യോജിക്കണം. അപ്പം യോജിച്ചുള്ള പ്രാർത്ഥനയായി. പ്രൈസ് ഗോഡ്. ഇനി ദൈവത്തിന് സ്തോത്രം. യോജിക്കുകയും ചെയ്തു, സമയവും ശരിയാക്കി വന്നിരുന്നു. എന്നാലും നിങ്ങൾ ഒരുമനപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലയോ എന്ന് ശ്രദ്ധിച്ചോണം. പ്രൈസ് ഗോഡ്. ഒരുമനപ്പെട്ടാണോ ശ്രദ്ധിച്ചോണം. അവിടെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, മറുപടി കിട്ടത്തില്ല. പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് അഭിപ്രായ വ്യത്യാസത്തോടെ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടത്തില്ല. ഹല്ലേലൂയ. ഒരാൾ പറയുന്നു, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ പറയുന്നു ഇന്ന് 23-ാം സങ്കീർത്തനം വായിക്കാം. മറ്റാൾ പറയുന്നു വേണ്ട വേണ്ട, യെരമ്യാവാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് യെരമ്യാവ് വായിച്ചേ പറ്റൂ. പുള്ളിക്ക് കുസിന് പഠിക്കുന്നതാ. വേറൊരാൾ പറയുന്നു പഴയ നിയമം വായിച്ച്, ഇന്നലെ വായിച്ചും ഈ ആഴ്ച മുഴുവൻ പഴയ നിയമം വായിച്ചത്, അതുകൊണ്ട് ഞാനിന്ന് മത്തായി വായിക്കാൻ പോവുക. നീ മത്തായി വായിക്കുകയല്ലാതെ ദൈവം കേൾക്കത്തില്ല. ഓരോരുത്തരും ഓരോ പുസ്തകം വായിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം കേൾക്കത്തില്ല. ദൈവം എപ്പോഴെന്നറിയാമോ? എല്ലാവരും കൂടെ തീരുമാനിക്കുക. നീ 23 വായിക്കുക, ഞങ്ങളും കൂടെ വായിക്കാം. നീ യെരമ്യാവ് വായിക്കുക, ഞങ്ങളും കൂടെ വായിക്കാം. നീ മത്തായി വായിക്കുക, ഞങ്ങളും കൂടെ വായിക്കാം. ഒന്നിച്ച് വായിക്ക്. ആ വായന നിന്റെ കുടുംബത്തിൽ വലിയ അനുഗ്രഹം കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി വായന ശരിയായാലും ഒരുമനപ്പെട്ടാവണമെന്നില്ല. ഒരാൾ പറയുന്നു ഇത്രത്തോളം ജയം തന്ന, വേറൊരാൾ പറയും ഇന്നയോളം എന്നെ നടത്തി. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കും? ഒരുത്തൻ ഇത്രത്തോളം ഒന്നും ഒരുത്തൻ ഇന്നയോളം ഒന്നും പറഞ്ഞ് പാടാൻ തുടങ്ങിയാൽ എവിടെ യോജിക്കുന്നു ഈ പറയുന്നത്? എന്തു ചെയ്യണം? ആദ്യം ഇത്രത്തോളം മണി പാട്, അത് കഴിഞ്ഞ് ഇന്നയോളം പാട്. രണ്ടും പാടിക്കോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത്രത്തോളം മതി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ യോജിപ്പിലെത്തി ഇത്രത്തോളം മടിയാ മതി, അനുഗ്രഹം കിട്ടും. പ്രാർത്ഥന ഇടയ്ക്ക് കൂടുന്ന അടിപിടി കൂടുന്ന വർഗത്തിന് എങ്ങനെ ദൈവം അനുഗ്രഹിക്കും? പാട്ടെടുക്കാൻ വഴക്ക്, സങ്കീർത്തനത്തിന് വഴക്ക്. ഇനി പ്രൈസ് ഗോഡ്. ചില അപ്പനും അമ്മമാരും ഉണ്ട്, ഈ പുരുത്തം കെട്ടതെങ്കിൽ അപ്പനും അമ്മയല്ല, മക്കളല്ല അപ്പനും അമ്മയുണ്ട്. അവരെന്തറിയാമോ? പിള്ളേർ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന കാല് നീട്ടിയ മടക്കി വെക്കടാ കാല്. അല്ലെങ്കിലും അവൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടതാണ്, അന്നേരം ചോദിച്ചില്ല. ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോഴാണ് കാല് ചുരുക്കാൻ നടക്കുന്നത്. അന്തരീക്ഷം പോവും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അന്നേരമല്ല ചട്ടം പഠിപ്പിക്കുന്നത്. വേറെ ചിലരുണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നാൽ നീ എവിടെ ആയിരുന്നടാ പകല് മുഴുവനും? പാട്ട് പാടുന്നതിന് വിധി ചോദിച്ചു വെച്ചാൽ തുടങ്ങുന്നത്. അവൻ പാടുവോ? പിന്നെ ആയുസിൽ അവൻ തലയും കുമ്പിട്ടിരിക്കും, അന്ന് പാടുകയല്ല അവൻ. ഇങ്ങനത്തെ അന്തരീക്ഷം കലക്കുന്ന ചില അപ്പനും അമ്മയുണ്ട്. അവര് പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോഴും തിന്നുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം വീട്ടിലുണ്ടാകണം. രണ്ട് സമയത്ത് ഈ കേസ് വിചാരണയ്ക്ക് എടുക്കരുത്, സമൻസ് അയക്കരുത്, വക്കീലിനെ പൊക്കിക്കെടുക്കരുത്, പോലീസിനെ വിളിക്കരുത്. രണ്ട് സമയത്ത്. ഒന്ന്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തോടെ കഴിക്കണം. അന്നേരം വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആ അന്തരീക്ഷം കളയരുത്. രണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതിന് മുമ്പും പിൻപും അന്തരീക്ഷം കളയരുത്. ഈ രണ്ട് കാര്യം തീരുമാനിച്ച് വീട്ടിലൊരു നല്ല പ്രാർത്ഥന തുടങ്ങി നോക്കിയേ, ഇന്ന് തൊട്ട് മാറ്റം വരാൻ തുടങ്ങും. മനസ്സിലായവർക്കൊരു സ്തോത്രം പറയാം. പ്രൈസ് ഗോഡ്. നിങ്ങൾ തീരുമാനിക്കും. നമ്മൾ എന്തിനാ ഇത്രയും പ്രവർത്തിച്ചിട്ട് പ്രയോജനമില്ലാതെ പോയാലും? ചില വീട്ടിൽ ഈ വെള്ളം അടിക്കാൻ മോട്ടോർ ഓൺ ചെയ്തിടും. ടാങ്ക് നിറഞ്ഞിട്ട് മോട്ടർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, വീഴുന്ന മുഴുവൻ പുറത്തോട്ട്. ഇങ്ങനെ പ്രയോജനമില്ലാതെ വർക്ക് ചെയ്തിട്ട് എന്നാ കാര്യം? നമുക്ക് പ്രയോജനമുള്ളവരായി വർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത്, സങ്കീർത്തനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റാണ് യഹോവേ ഞാൻ നിന്നെ ശരണമാക്കി. ഇന്ന് പകല് നമ്മുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാവണം. കർത്താവേ ഞാൻ നിന്നെ ശരണമാക്കുന്നു. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചെറുതും വലുതുമായ, സാമ്പത്തികമായ, കുടുംബത്തിലെ, ദാരിദ്ര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, പഠിത്തത്തിൻ്റെ, ജോലിയുടെ, പ്രൊമോഷൻ്റെ, ബിസിനസ്സിൻ്റെ, എന്തുമായിക്കൊള്ളട്ടെ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് ഞാൻ നിന്നെ ശരണമാക്കുന്നു. അങ്ങനെ ദൈവത്തെ ശരണമാക്കിക്കൊണ്ട് ഇന്ന് ഇവിടുന്ന് പ്രശ്നം ദൈവത്തെ ഏൽപ്പിക്കാൻ സന്തോഷമുള്ളവർക്കൊരു സ്തോത്രം പറയാം.
അവർക്ക് ചേർന്ന് നമ്മൾ പാടിയ പാട്ടിന്റെ ഒരു വരി വീണ്ടും പാടാം. നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ, നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ, നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാശ്രയിപ്പാൻ പരനേ, നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ ഒരു വാക്യമാകട്ടെ. വേറെ ഒരു നന്മയും നമുക്കില്ല, ദൈവമല്ലാതെ ഒന്നുമില്ല. വേറെ ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ പറ്റുകയെന്നറിയാമല്ലോ. അറിയാമോ? ദൈവത്തിനല്ലാതെ നിങ്ങളെ സഹായിക്കാൻ വേറെ ആർക്കും പറ്റത്തില്ലെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സങ്കീർത്തനം പഠിക്കാൻ. അപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. ഒരു പുതിയ പ്രാർത്ഥന അവൻ്റെ ആ ജീവിതത്തിൽ ഒരു പുതിയ പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. കഴിഞ്ഞ വർഷം നമ്മളിവിടെ 100 മണിക്കൂർ പ്രാർത്ഥന വെച്ച് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. ഇപ്പോഴും തീർന്നിട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളത് പ്രാർത്ഥിക്കണം ദൈവമക്കളെ. പ്രാർത്ഥനയ്ക്കൊരു ചിട്ട ഉണ്ടാകുന്നതാണ് ഏറ്റവും വലുത്. പ്രൈസ് ഗോഡ്. ഈ 100 മണിക്കൂർ പ്രൈസ് ഗോഡ് ഞങ്ങൾക്കും പ്രാർത്ഥിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്താത്തത് കേട്ടോ. ഞാൻ അടുത്ത ആഴ്ച തൊട്ടെങ്കിലും വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ കൂടെയെങ്കിലും ഒന്ന്, ബാക്കി തികയ്ക്കാത്തവർ ഒന്ന് വന്നാൽ നന്നായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന 100 മണിക്കൂർ പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിൽ തീരുമാനിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 100 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവർക്ക് കരമുയർത്തിയൊരു സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. ഇത്രയും പേരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൈ പൊക്കാത്തവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കും അവസരം തരാൻ പോവുക. കിടക്കുക, ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രാർത്ഥനയിലാണ് ഒരു ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വലിയ വലിയ ഉണർവുകൾ ഉണ്ടായിരിക്കുന്ന പ്രാർത്ഥനയിലാണ്. വലിയ സഭകൾ ഉണ്ടായിരിക്കുന്ന ചെറിയ പ്രാർത്ഥനാ കൂട്ടത്തിൽ നിന്നാണ്. 2-3 പേര് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ് പല പല വലിയ സംഭവങ്ങൾക്ക് കാരണമായത്. ചില പട്ടണങ്ങളെ ഉണർത്തിയത്, ചില വീടുകളെ ഉദ്ധരിച്ചത്, ചില രാജ്യങ്ങളെ രക്ഷിച്ചത്, എല്ലാം ചിലർ ചേർന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചതാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീടിനെ രക്ഷിച്ചെടുക്കാൻ, നിങ്ങളുടെ വീടിനെ ഉയർത്തിയെടുക്കാൻ, നിങ്ങളുടെ വീടിനെ പൊക്കിയെടുക്കാൻ, നിങ്ങളുടെ വീടിനെ ഒന്ന് സമ്പന്നമായി എല്ലാ വിഷയത്തിലും ആത്മീയത്തിലും ഭൗതികത്തിലും സമ്പന്നമാക്കിയെടുക്കാൻ ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ പ്രാർത്ഥനാ അനുഭവം എൻ്റെ വീട്ടിൽ ആരംഭിക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യം ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ആരും നിന്റെ കൂടെ വേണ്ട, നീ മാത്രം മതി കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് വേണമെങ്കിൽ തീരുമാനിക്കുക, ഇന്ന് മുതൽ രാത്രി 1 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. വേണമെങ്കിൽ തീരുമാനിക്കാം, വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ആ ഒരു തീരുമാനം അടുത്തൊരു 3 മാസത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നടപ്പാക്കും. വേറെ ആരുമില്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പുത്തൻ പ്രാർത്ഥനാ ശൈലി ആരംഭിക്കും. തീരുമാനിക്കുന്ന ഒരു കാര്യം ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. നിങ്ങൾ എന്താ ആരംഭിക്കാൻ പോണെന്ന് എനിക്കറിയത്തില്ല. ലോകം ഇടിയാൻ പോവുക. ഏതായാലും ശരിക്കും ആരംഭിച്ചാൽ കുലുങ്ങാൻ പോവുക. ആരംഭിക്കണം, ഒരു പുതിയ പ്രാർത്ഥനാ ശൈലി ആരംഭിക്കണം. പ്രൈസ് ഗോഡ്. ഈ പ്രാർത്ഥനയെക്കുറിച്ചൊരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ച് പറയും. ഈ സന്ദർഭത്തിന് വേണ്ടി ഓർപ്പിച്ച് പറയുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും ചലിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരങ്ങൾ, അതിനെ ചലിപ്പിക്കാൻ കഴിവുള്ളതാണ് എൻ്റെ നിങ്ങളുടെയും പ്രാർത്ഥന. മനസ്സിലായോ? സർവശക്തനായ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ, നിന്റെ വിഷയത്തിന് വേണ്ടി ചലിക്കുവാൻ, നിന്റെ കുഞ്ഞിന് വേണ്ടി ചലിക്കുവാൻ, നിന്റെ വീടിന് വേണ്ടി ചലിക്കുവാൻ, ബിസിനസിന് വേണ്ടി ചലിക്കുവാൻ സാധ്യതയുള്ള മഹാശക്തമായ ആയുധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് ഈ നല്ല ദിവസം ഒരു തീരുമാനമെടുത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ചില പ്രാർത്ഥനാ ഷെഡ്യൂളൊന്ന് ഫോം ചെയ്യാം. ദൈവത്തിൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇനി ഈ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പം 5 തീരുമാനങ്ങൾ അതിൻ്റെ പുറകെ വന്നു. 1, 2-ാം വാക്യം, ഞാൻ യഹോവയോട് പറഞ്ഞത്, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു. പ്രൈസ് ഗോഡ്. നീ എൻ്റെ കർത്താവാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വാക്കും ഭാഷണവും കൂടാതെ ഒരു തീരുമാനമെടുക്കും. നീ എൻ്റെ കർത്താവാകുന്നു.
യഹോവേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു, നീ എൻ്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ട് എൻ്റെ വിഷയങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് ഞാനല്ല, എൻ്റെ ദൈവമാണ്. തീരുമാനിക്കാമോ? ഇന്നൊരു തീരുമാനമെടുക്കാമോ? ഈ നിമിഷം മുതൽ എൻ്റെ പ്രശ്നങ്ങൾ നടപ്പാക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഞാനല്ല, എൻ്റെ ദൈവമാണ്. അത് എവിടെയായാലും, വീട്ടിലായാലും വേണ്ടിയില്ല, ബിസിനസ്സിലായാലും വേണ്ടിയില്ല, ജോലിയിലായാലും വേണ്ടിയില്ല, കൃഷിയിലായാലും വേണ്ടിയില്ല, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സകല വിഷയത്തിലും ഒരു കർത്താവ് എനിക്കുണ്ടെങ്കിൽ അത് യേശു കർത്താവാണ്. എത്ര പേർക്ക് ഇന്ന് പകർക്കാനും തീരുമാനിക്കാൻ സാധിക്കും? യേശു കർത്താവ്. അതാണ് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. യേശു കർത്താവ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ എൻ്റെ കർത്താവാകുന്നു. രണ്ടാമത്തെ തീരുമാനം, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. രണ്ടാമത്തെ തീരുമാനം, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഈ ദൈവത്തെ കൂടാതെ 5 ലക്ഷം കിട്ടിയാലും വേണ്ട, 10 ലക്ഷം കിട്ടിയാലും വേണ്ട, ദൈവം മതി. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴാണ് ബിസിനസ് വലുതല്ല, ജോലി വലുതല്ല, ഇതൊന്നും വലുതല്ല എന്ന് പറയുന്നത്. ദൈവം മതി. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ സകലതും സക്സസ് ആകും. അപ്പോൾ ദൈവത്തെ എൻ്റെ കൂടെ നിർത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യും. ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തോട് അകലത്തില്ല, ശരീരം കൊണ്ട് ദൈവത്തോട് അകലത്തില്ല, എൻ്റെ കുടുംബമായി ദൈവത്തോട് അകലത്തില്ല. എല്ലാ വിധത്തിലും ഞാൻ ദൈവത്തോട് അടുത്തടുത്ത് ചെല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തോട് അകന്നകന്ന് മാറും. ദൈവസ്നേഹം ലോകത്തോടും, ലോകസ്നേഹം ദൈവത്തോടും ശത്രുത്വം. നിങ്ങളുടെ ഉള്ളിൽ ലോകത്തോടുള്ള സ്നേഹം വരുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ശത്രുത്വമാണത്. അപ്പൊ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലോകത്തിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അകലും. രണ്ടും കൂടെ ഒന്നിച്ച് പോകത്തില്ല. പ്രൈസ് ഗോഡ്. ഒത്തിരി പേരുടെ കാര്യം ഞാൻ ആലോചിക്കാറുണ്ട്. പ്രൈസ് ഗോഡ്. എൻ്റെ ഒരു കൊച്ചപ്പൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചപ്പൻ്റെ മോനോട് ഹല്ലേലൂയ ആരെങ്കിലും പണ്ട് കാലത്ത് ചോദിക്കും, നീ പഠിച്ച് എന്താണ് ഡോക്ടർ ആവുമോ എഞ്ചിനീയർ ആവുമോ? അപ്പൊ ഇവനോട് വന്നിട്ട് ഒരാൾ ചോദിച്ചോടാ മോനെ, നീ പഠിച്ച് അവനൊന്ന് കൊച്ചാ, നീ പഠിച്ച് എഞ്ചിനീയർ ആവുമോ ഡോക്ടർ ആവുമോ? അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇല്ല അങ്കിളെ, ഞാൻ പഠിച്ച് കൊരകനാവുന്നു. നടന്ന കാര്യം ഞാൻ പറഞ്ഞു. ചിലതുങ്ങളൊക്കെ പഠിച്ച് കൊരങ്ങനാവുക, കൂടുതൽ വചനം കേൾക്കുകയും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുകയും കൂടുതൽ അത്ഭുതങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ പഠിച്ച് ലോകത്തോട് അടുത്തോണ്ടിരിക്കുക. ഇതെന്തൊരു ജീവിതമാണ് എൻ്റെ ദൈവമേ. നമുക്ക് ദൈവത്തോട് അടുക്കാം. ദൈവത്തോട് അടുത്തിരിക്കുന്ന നമുക്ക് നല്ലത്. ലോകവും ദൈവവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കല്ലേ. നിന്റെ ഉള്ളിലുള്ള ആ ലോകസ്നേഹത്തിനെ ഒന്ന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്നെങ്കിലും വെളിയിൽ വരും. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, നീയും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിൽക്കും. ആ എന്നേക്കും നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണമേ എന്ന് പറഞ്ഞൊരു ഹല്ലേലൂയ പറയാമോ? ദൈവം ചേർത്തുള്ള കേട്ടോ. പേടിച്ച് ഇതൊക്കെ പറഞ്ഞേ ചിലപ്പോൾ ഏക്കും. അന്നേരം കിടന്ന് കരയല്ലേ. ദൈവത്തോടടുത്ത് ചെല്ലണം. നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവമേ നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ദൈവത്തെ വിട്ടിട്ടൊരു നന്മ വേണ്ട, ദൈവത്തെ വിട്ടിട്ടൊരു സ്ഥാനം വേണ്ട, ദൈവത്തെ വിട്ടിട്ടൊരു മാനം വേണ്ട, ദൈവത്തെ വിട്ടിട്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകണ്ട, ദൈവത്തെ വിട്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഉയരണ്ട, ദൈവത്തെ വിട്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഡിസ്റ്റിങ്വിഷ്ഡ് ആവണ്ട, ദൈവത്തെ വിട്ടിട്ട് ദൈവമില്ലാത്തവരോട് എനിക്ക് താതാത്മ്യം പ്രാപിക്കണ്ട. ഇതാണ് ഒരു ഭക്തന്റെ തീരുമാനം. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ദൈവം ദുഃഖിക്കും. അതുപോലെ തന്നെ അപ്പനും അമ്മയും മക്കളെ ഞങ്ങൾ വിശ്വസിക്കുന്ന മാർഗത്തിൽ വേദപുസ്തകം കൊണ്ട് പ്രസംഗിക്കാനും പാടാനുമല്ല, അത് എല്ലാവർക്കും ചെയ്യാം. പ്രസംഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വേദപുസ്തകം വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വേദപുസ്തകം പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കേരളത്തിലെ ഏറ്റവും നല്ല പാസ്റ്ററായിട്ട് വേണമെങ്കിൽ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ പാസ്റ്ററാകാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പ്രൈസ് ഗോഡ്, ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല. മനസ്സിലായോ? പണ്ടൊരാൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, പാടുന്ന പിശാചുണ്ട്, നല്ലപോലെ അന്യഭാഷ പറയുന്ന പിശാചുണ്ട്, തകർത്താരാധിക്കുന്ന പിശാചുണ്ട്, പ്രസംഗിക്കുന്ന പിശാചുണ്ട്, പ്രൈസ് ഗോഡ്, പ്രാർത്ഥിക്കുന്ന പിശാചുണ്ട്. പക്ഷെ വിശുദ്ധിയിൽ ജീവിക്കുന്ന, വേർപാടിൽ ജീവിക്കുന്ന പിശാചില്ല. ഈ മർമ്മം മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ടുപോകാൻ.
നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ ഡിസിഷൻ, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും ചെയ്യുന്നതനുസരിച്ചല്ല ഞാൻ പോകുന്നത്. ഭൂമിയിലെ ശ്രേഷ്ഠന്മാർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഭൂമിയിലെ വിശുദ്ധന്മാർ, സ്വർഗത്തിലെ വിശുദ്ധനല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരൊന്നും സ്വർഗത്തിൽ വിശുദ്ധരല്ല. സ്വർഗത്തിലെ വിശുദ്ധിയുടെ മാനദണ്ഡം സെപ്പറേറ്റ് ആണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭൂമിയിലെ വിശുദ്ധന്മാർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. അവരവിടെ ഇരുന്നോട്ടെ, ഞാൻ ഭൂമിയിലുള്ളതല്ല. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. നിങ്ങൾ അവരെ ഇവരെ മാതൃകയാക്കല്ലേ. ഇന്നാരുടെ മക്കളും ഇന്നാരുടെ വീട്ടുകാരും ഒക്കെ അങ്ങനെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾക്കൊരു ദൈവമുണ്ട്, നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ട്, നിങ്ങൾക്കൊരു ദർശനമുണ്ട്, നിങ്ങൾക്കൊരു പ്രമാണമുണ്ട്. അവന്റെ ഇവന്റെ മക്കളെയും അവന്റെ ഇവന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും നോക്കിയാൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെടും, നമ്മുടെ കൃപ നഷ്ടപ്പെടും, നമുക്ക് നഷ്ടം വരും. നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് ഫേസ്ബുക്കും ഓർക്കിഡും ഒക്കെ നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അഗ്രഗണ്യം നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ചരിത്രം അറിയുമ്പോൾ ഞെട്ടിപ്പോകും. നമ്മൾ അപ്പനും അമ്മയും ഒക്കെ ഭയങ്കര വിശ്വാസികളാണ്. മക്കളുടെ ജീവിതത്തിൻ്റെ ചില ഏടുകൾ അതിൽ വരുന്നത് അപ്പനും അമ്മയ്ക്ക് തീറ്റ കൊടുക്കാൻ മാത്രമല്ല, മക്കളെ മര്യാദക്ക് നിർത്താനും കൂടെ പഠിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കരുതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ല കേട്ടോ. നിങ്ങൾ നമ്മുടെ പിള്ളേർക്ക് നമ്മളല്ലാതെ ലോകത്തൊരു ആരുമില്ല സഹായിക്കാൻ അവരെ. നമ്മുടെ നാട്ടിൽ പഴച്ചലുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് പരാന്ത് പിടിച്ചാൽ കണ്ടൻ നിൽക്കുന്നവന് ചിരിക്കാം, എനിക്ക് വേദനയാണ്. അവൻ്റെ അമ്മയ്ക്ക് മകന് വേദനയാണ്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ തലമുറ വഴിവിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോയാൽ ജീവിച്ചിട്ട് എന്നാ കാര്യം? പ്രത്യേകിച്ച് ഞാൻ പറയാം, വിവാഹത്തിൻ്റെ വിഷയങ്ങളിൽ നിങ്ങളുടെ തലമുറ, പ്രൈസ് ഗോഡ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം കെടുത്താൻ ഇടയാകരുത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് കെടുത്താൻ ഇടയാകരുത്. നിങ്ങളുടെ മകനോ മകളോ തേടിപ്പിടിച്ച് കൊണ്ടുവരുന്ന ഏണ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് കെടുത്താൻ ഇടയാകരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കാൻ ഇടയാകരുത്. അതിനെന്ത് ചെയ്യണം? മക്കളെ പ്രാർത്ഥിച്ച് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവർക്ക് സുബോധം വരാൻ വേണ്ടി വന്നാൽ അപ്പനും അമ്മയും കൂടി ഉപവാസം എടുക്കണം. അവന് സുബോധം വന്നപ്പോൾ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് അവൻ ഓർത്തു, മുടിയൻ പുത്രൻ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ ലോകം മുഴുവനും പഴിക്കുന്നത് നമ്മളെ ആയിരിക്കും. അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുഞ്ഞുങ്ങൾ വഴിതെറ്റിയാൽ അമ്മമാരെ നിങ്ങളെയാണ് ആദ്യം പഴിക്കുന്നത്. നിങ്ങളെയാണ്. അപ്പന്മാർക്ക് അത്രയും കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നിങ്ങളുടെ മക്കളെ ദൈവമുള്ളവരാക്കി, ദൈവകൃപയുള്ളവരാക്കി, ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി, കുടുംബത്തിൻ്റെ അന്തസ്സ് കളയാത്തവരാക്കി വളർത്തിയെടുത്തേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഞാൻ വേറൊന്നും കൂടെ പറയാം, നിങ്ങളുടെ ഉറപ്പിനും ധൈര്യത്തിനും വേണ്ടി പറയുകയാണ്. ഞാൻ ഇന്നാരെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളെന്ന് അപ്പൻ്റെ അമ്മയുടെയും മുഖത്ത് നോക്കി പറഞ്ഞ ആൺപിള്ളേരും പെൺപിള്ളേരും പ്രാർത്ഥിച്ചപ്പം എനിക്കതിനെ വേണ്ടെന്ന് പറഞ്ഞ ചരിത്രം ഞാൻ എണ്ണിപ്പറയാം. അത്ര വലിയ പ്രേമമൊന്നും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പനും അമ്മയും കൂടെ കൊണ്ടുവന്നതാ കേസ്. പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ, ഞാൻ ഗ്രേസിയും കൂടി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ കല്യാണം അല്ലാതെ ഈ ജന്മത്ത് ഇനി വേറൊരു പെണ്ണിനെ കെട്ടത്തില്ല, വേറൊരു ചെറുക്കനെ കെട്ടത്തില്ല. ഞാൻ പറഞ്ഞു ശരി പൊക്കോ. 6 മാസം കഴിയുന്നതിന് മുമ്പ് എനിക്ക് ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് മാന്യമായി ജീവിക്കാൻ തീരുമാനിച്ച കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. അറിയാമോ, ഇന്നലെ മിനിഞ്ഞാന്ന് ഈ എറണാകുളത്തെ പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ 2 പെൺകുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഒരാൾ കൊണ്ടുവന്നതാണ്. സംഭവം എന്നാണെന്നറിയാമോ, അതിലൊരുത്തി കൂടെ പഠിക്കുന്ന ഒരുത്തിനുമായിട്ട് പ്രേമമായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ
മനസ്സിലായി ഇവൻ ആ സൈസ് ഒരു 8 എണ്ണത്തിനെ ഉണ്ട് അവിടെ. ആ സൈസ് ഒരു 8 എണ്ണം. ഇത് പരസ്യമായി. പക്ഷെ അതിൽ ഒരെണ്ണം ബോധം കെട്ട് വീണു. അതിനും ഷോക്ക് പോകുന്നില്ല. ആദ്യത്തത് രക്ഷപ്പെട്ടു. ഷോക്ക് പോകാത്തതിനെ കൊണ്ട് മിനിയാന്ന് വീട്ടിൽ വന്നു. ഞാൻ വിചാരിക്കുന്നു ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഷോക്ക് പോയി കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് നിങ്ങൾ 8 തീരുമാനിച്ചു ഇനി എൻ്റെ ആയുസ് പ്രേമിക്കത്തില്ലെന്ന്. ആയുസില്ല. ഞാൻ പറഞ്ഞ അതിനകത്ത് ഞാനീ പറഞ്ഞ ആദ്യത്തെ വീട്ടിലെ അപ്പനും അമ്മയും ഉപവാസം എടുത്തു. അവർ കോപ്പറേറ്റ് ചെയ്തു, അവരങ്ങ് പ്രാർത്ഥിച്ചു. അവരുടെ തലമുറ മാത്രമല്ല 8 എണ്ണം രക്ഷപ്പെട്ടു. ദൈവമക്കളെ, നിങ്ങൾക്ക് പറ്റാത്ത ലൈനിൽ കൂടെ പിള്ളേർ പോകുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളുടെ കണ്ണിന് ഉറക്കം കൊടുക്കരുത്, വിശ്രമം കൊടുക്കരുത്. ദൈവസന്നിധിയിൽ ശക്തിയോടെ പ്രാർത്ഥിച്ച് അത് നേടണം. പ്രൈസ് ഗോഡ്. പക്ഷെ പലരും മൗനാനുവാദം കൊടുത്തു വേണ്ടറി എന്ന് പറയുന്നത് അത് പറ്റിയല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവസന്നിധിയിൽ വിഷയം വെച്ചിട്ട് എൻ്റെ കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു പോക്ക് പോയാൽ അത് അനുഗ്രഹമാകത്തില്ല എന്ന് മനസ്സിലാക്കി. കേട്ടോ, മനസ്സിലാക്കി. ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ പരിഹാരമുണ്ട്. ഞാനിത് പറയാൻ കാര്യം, പ്രൈസ് ഗോഡ്, ഈ ബന്ധം വിട്ട 2 പിള്ളേരും എന്നോട് വന്നൊരു കാര്യം ഞാൻ ഞെട്ടിപ്പോയി. അങ്കിളെ, ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ റിലേഷൻ വന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ കർത്താവെ, ഫെയ്ത്ത് സിറ്റിയിൽ ഇതുപോലെ ആണോ ഗതി എന്ന് ഞാൻ ആലോചിച്ചു. ഉണ്ടോ പിള്ളേരെ? സത്യം പറ. ഇപ്പം തമ്പിച്ചാൻ പറഞ്ഞു ഇപ്പം പറയത്തില്ലെന്ന്. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ പഠിത്തവും പോവും, ജീവിതവും പോവും. അപ്പനും അമ്മയ്ക്ക് നാണക്കേടാവും. വല്ല റിലേഷൻ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ രക്ഷിച്ചേ പറ്റൂ. ആ കൊച്ചു പറയാൻ, 2 പിള്ളേർ പറയാൻ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരൊറ്റെണ്ണം ഇതുപോലെ അല്ലാതില്ലെന്ന്. അപ്പോഴാണ് ഞാൻ ചങ്കത്ത് കൈവച്ച്, എൻ്റെ കർത്താവ് ഫെയ്ത്ത് സിറ്റിയിൽ ഇങ്ങനെ ആണോ എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, 5ലും 6ലും ഒക്കെ ഇപ്പം മിസ് കോൾ അടിക്കുകയും SMS വീട്ടിലൊക്കെ 5ലും 6ലും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്ന അത്ഭുതം തോന്നുക. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം. സോദോം ഗൊമോറ നശിക്കുന്നതിന് മുമ്പ് മോറൽ സൈഡ് കംപ്ലീറ്റ് തകർന്നു. അത് കുടുംബങ്ങളിൽ തകർന്നു, വ്യക്തികളിൽ തകർന്നു, കുഞ്ഞുങ്ങളിൽ തകർന്നു. നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ലേ മക്കളിൽ? ഞാൻ അമ്മമാരോട് ചോദിക്കുക, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടോ? അപ്പന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ കണ്ണുമടച്ച് മൗനമായി സമ്മതിക്കല്ലേ. ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥിക്കെങ്കിലും ചെയ്യേ. ചിലർക്കൊക്കെ മക്കളെ പേടിയാണ്, അത് ഞാൻ പറയാം. ചിലർക്കൊക്കെ മക്കളെ പേടിയാണ്. പേടിച്ചോ, പേടി മാറ്റണ്ട. പക്ഷെ ദൈവത്തെ പേടിയുണ്ടെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഏതായാലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ദിവസം ഈ സഭയിൽ തലമുറയുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് അവരെ ഒന്ന് ദൈവം വെളിയിൽ കൊണ്ടുവരാൻ എനിക്കൊരു ഉപവാസം വച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഒരു ഉപവാസം ഒരു ഹോളിഡേയിൽ വച്ചാൽ കാരണവന്മാരായിട്ടുള്ളവർക്ക്, കടയുള്ളവർ കട പൂട്ടി, വീടുള്ളവർക്ക് വീട് പൂട്ടി, ബിസിനസ് ഉള്ളവർക്ക് ബിസിനസ് പൂട്ടി, ജോലിയുള്ളവർക്ക് ലീവ് എടുത്ത്, കൃഷിയുള്ളവർക്ക് നന നിർത്തി, വളമിടൽ നിർത്തി, അന്ന് വന്ന് മുട്ടുമടക്കി തലമുറയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ? എത്ര പേരുണ്ടാവുക അന്ന് പ്രൈസ് കൊടുക്കും? ഒരു ദിവസം വെച്ചാൽ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അടുത്ത ഹോളിഡേ എന്നാണെന്ന് നോക്കട്ടെ. അന്ന് നമ്മളിവിടെ ശരിക്ക് വെള്ളം പോലും കുടിക്കാതെ ഒരു ഉപവാസം. കാരണം ഇത് വലിയ ഗൗരവമുണ്ട്. ഞാൻ മിനിയാന്ന് ഞെട്ടിപ്പോയി. അങ്കിളെ, ഞങ്ങൾക്ക് മാത്രമല്ല, ഈവൻ ഫിസിക്കൽ കോണ്ടാക്റ്റ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, ഫിസിക്കൽ കോണ്ടാക്റ്റ് വരെ ഉണ്ട്. കല്യാണം കഴിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സഹിക്കുമോ? എൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് സഹിക്കത്തില്ല, നിങ്ങൾക്കും സഹിക്കത്തില്ലെന്ന് എനിക്കറിയാം. പിള്ളേർക്ക് ബോധമില്ലാത്ത, വിവരമില്ലാത്ത കാലയളവും കാലഘട്ടവുമാണ്. സിനിമയും അതുപോലെയുള്ള കൂട്ടുകെട്ടുകളും അതുപോലെയുള്ള മാധ്യമങ്ങളും അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുക. ഒരു ഗേൾ ഫ്രണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആണല്ലെന്ന്
പറയുന്ന ടൈപ്പ് ലോകത്തിലായിരിക്കും ചിലപ്പോൾ. ഒരു ബോയ് ഫ്രണ്ടെങ്കിലും ഇല്ലെങ്കിൽ പെണ്ണല്ലെന്ന് പറയുന്നത് ലോകത്തിലായിരിക്കും. പക്ഷേ എനിക്കൊരൊറ്റ ഫ്രണ്ടേ ഉള്ളൂ, ജീസസ്. What a friend we have in Jesus. What a privilege to carry everything to God in prayer. What is the often forfeit? Oh, what needless pain we bear. All because we do not carry everything to God in prayer. എന്തു നല്ലോ സഖി യേശു പാപദുഃഖം വഹിക്കും എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ദൈവത്തോട് നമുക്ക് പറയാം, ദൈവത്തോട് പറയാം. വാസ്തവത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. നമ്മുടെ സഭയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം, അപ്പനും അമ്മയും ശരിക്കും പ്രാർത്ഥിച്ചില്ലെങ്കിൽ നല്ല എഞ്ചിനീയറെ കിട്ടും, ഡോക്ടറെ കിട്ടും, പ്രൈസ് ഗോഡ്, നല്ല സമ്പത്ത് കിട്ടും, നല്ല സ്ത്രീധനം കിട്ടും, നല്ല ബന്ധം കിട്ടും, ഒടുവിൽ ഡൈവോഴ്സും കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ബന്ധം കിട്ടാൻ, അവർക്ക് പറ്റിയ ഒരു തുണയെ കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അവർ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിന് വിടല്ലേ, വിടല്ലേ. ഈ കാലമല്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലെ വിശുദ്ധന്മാരോ, അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധൻ സ്വർഗത്തിലെ വിശുദ്ധൻ അല്ല കേട്ടോ. ഭൂമിയിലെ വലിയ പ്രാർത്ഥനക്കാരൻ സ്വർഗത്തിലെ പ്രാർത്ഥനക്കാരനല്ല. ഭൂമിയിലെ പാട്ടുകാരനും ഭൂമിയിലെ പ്രാസംഗികനും സ്വർഗത്തിലല്ല. സ്വർഗത്തിൽ നോക്കുന്നത് വിശുദ്ധന്മാരെയാണ്, ദൈവത്തിന് പ്രസാദം ചെയ്യുന്നവർ. ഹല്ലേലൂയ. രണ്ടാമത്തെ തീരുമാനം. മൂന്നാമത്തെ തീരുമാനം, ഭൂമിയിലെ വിശുദ്ധന്മാർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാലാമത്തെ തീരുമാനം, നാലാം വാക്യം ഒന്ന് വായിച്ച്. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. ആദ്യ ഭാഗം തീരുമാനമല്ല, രണ്ടാം ഭാഗമാണ് തീരുമാനം. എന്തുവാ? അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നല്ല ബുദ്ധിയുള്ള പിള്ളേരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പഠിക്കാൻ കഴിവുള്ള പിള്ളേരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പ്രൈസ് ഗോഡ്, ഈ രണ്ടാമത്തെ ഭാഗം അന്യദേവന്മാരുടെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷയുടെ മാർഗം, വിശുദ്ധിയുടെ വേർപാടിൻ്റെ വേദപുസ്തകത്തിൻ്റെ മാർഗം വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ അടുത്ത ദിവസം ഒരു കേസ് എൻ്റെ അടുക്ക വന്നു. തനിക്ക് യോജിക്കാത്ത വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി വേറെ ഒരു വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങളിൽ സജീവമായി പങ്കുകൊണ്ടു തിരിച്ചു വന്നത് സുബോധമില്ലാതെ. ഇന്ന് ശരിയായിട്ടില്ല. അവിശ്വാസികളുടെ ഇണയില്ലാപ്പണ കൂടരെന്ന് പറയുമ്പോൾ കല്യാണമല്ല, മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രൈസ് ഗോഡ് ടൂറ് പോകുമ്പോൾ കൂട്ടുകാരെല്ലാം പോകുന്ന ചില സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് റൂമിലിരിക്കുന്ന സ്വഭാവം ഉണ്ടാകണം. കോളേജിൽ നിന്ന് ടൂറ് പോകുമ്പം കൂട്ടുകാരെല്ലാം കൂടെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഇല്ല, ഞാൻ റൂമിലിരിക്കും.
അത് പറയാനുള്ള മനോഭാവം സ്വന്തം ഇഷ്ടത്തിൽ നിന്നുണ്ടാകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. അതാണ് ശിക്ഷണം. അല്ലാതെ അപ്പനും അറിയത്തില്ല, അമ്മയും അറിയത്തില്ല, പാസ്റ്ററും അറിയത്തില്ല, സഭയിൽ ആരും അറിയത്തില്ല. പ്രൈസ് കൂടെ ഒരു ടിക്കറ്റ് എനിക്കൂടെ, ഒരു സീറ്റ് എനിക്കൂടെ. ഇത് പറയുന്ന പിള്ളേരാകരുത്. ആരും ഇല്ലാതിരുന്നിടത്ത് പുതപ്പിട്ടിട്ടോടിയ യോസഫാണ് അനുഗ്രഹിക്കപ്പെട്ടത്. രാജകീയ ഭോജനം വേണ്ടെന്ന് വെച്ച ദാനിയേലും കൂട്ടരുമാണ് അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ ഒരു ടെൻഡൻസി ഉണ്ട്, കൂട്ടുകൂടിയാൽ എന്തും ചെയ്യും. അങ്ങനത്തെ കൂട്ടുകൂടാൻ അങ്ങനത്തെ നിലവിട്ടുള്ള കൂട്ടുകൂടുന്ന സ്വഭാവം നമ്മുടെ പിള്ളേർക്കുണ്ടാകരുത്. സുബോധം വിട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ കിടന്ന് ഷൈൻ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടാകരുത്. നമുക്ക് ഷൈൻ ചെയ്യാനൊരു ദിവസം വരുന്നു. ഇപ്പം കൂട്ടുകാരുടെ ഷൈൻ ചെയ്യാനല്ല നമ്മളെ വിളിച്ചത്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഷൈൻ ചെയ്യാൻ പോകല്ലേ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഷൈനിങ്ങിനുള്ള സമയം വരുന്നുണ്ട്. ചത്തു വന്നിട്ടൊന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഔദ്യോഗിക നിലവാരത്തിലും കുടുംബജീവിതത്തിലും ബാക്കി സകല വിഷയങ്ങളിലും നിങ്ങളുടെ കൂടെ ഉഴപ്പി നടന്നവരെക്കാൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ കാണിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ദൈവം എനിക്ക് അവസരം തന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കണം. നിങ്ങളുടെ കൂടെ നടന്ന് ഉഴപ്പി ജീവിതം തകർത്ത ആളുകളെക്കാൾ ഞാൻ ഈ ദൈവത്തെ കണ്ടതുകൊണ്ട് മാത്രം, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം, ബൈബിൾ വായിച്ചതുകൊണ്ട് മാത്രം, അന്യഭാഷ പറഞ്ഞതുകൊണ്ട് മാത്രം, സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഇന്ന് നിങ്ങളെക്കാൾ വ്യത്യസ്തനായി ദാവീദ് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിൽ പരമായി അവൻ എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ദിവസങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. ഇവിടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, വർഷങ്ങൾ കിടക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും അഭിമാനവും അനുഗ്രഹവും ഉള്ളതാക്കി മാറണം. ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന, BSc പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന 3 വർഷം 4 വർഷം 6 വർഷമോ കൊണ്ട് തീരുന്നതല്ല. ഈ 6 വർഷം കൊണ്ട് ജീവിതം പണിയാനുള്ളതാണ്. ഇത് മക്കളെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത അപ്പനും അമ്മയ്ക്കുമുണ്ട്. അതിന് പകരം വാലന്റൈൻ ഡേക്ക് നിനക്ക് ആരാടാവും നിൻ്റെ കൂടെ ഹോട്ടലിൽ പോന്നെന്ന് ചോദിച്ച് കൺഗ്രാജുലേഷൻ പറയുന്ന തള്ളമാരുണ്ട്, അപ്പനുമുണ്ട് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഏതൊരു ഹോട്ടലിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന 2000 രൂപ വെറുതെ ഒരു പെണ്ണിനെയും കൂടി എന്നാൽ ഫ്രീ. നോക്കി, ഒറ്റയ്ക്ക് ചെല്ലുകയാണെങ്കിൽ 2000 രൂപ കൊടുത്താലേ പറ്റും. ഒരു എന്തുവാ ഗേൾ ഫ്രണ്ടിനെയോ ബോയ് ഫ്രണ്ടിനെയോ കൊണ്ടു ചെന്നാൽ 2 പേരും കൂടെ ചെന്നാൽ ഫ്രീ എന്ന്. വേറെടുത്ത് പറയുന്നു ടാക്സ് ഇല്ലെന്ന്. ബാക്കിയുള്ള നമ്മൾ കഷ്ടപ്പെട്ട് ചെന്നാൽ ഇൻകം ടാക്സ് കൊടുക്കണം. ഇന്ന് വെച്ച് കിളവിനും കിളത്തിയും കൂടെ ചെന്നാൽ കിട്ടത്തില്ല. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വേണം. അത് മിക്കവാറും വീട്ടിൽ അറിയിക്കാതെ വരണമെന്ന് എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം വരാമോ എന്നതാ. അടുത്ത പ്രാവശ്യം വീട്ടിൽ അറിയിക്കാതെ വരുന്നവർക്ക് ഫ്രീ. നിങ്ങൾ മനസ്സിലാക്കണം. പ്രോത്സാഹനം, പിശാച് ഈ നമ്മുടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ ഭാഗം ഏതാണെന്നറിയാമോ? സെൻഷ്വൽ ഫീലിങ്സ്. സെക്ഷുവൽ അല്ല, സെൻഷ്വൽ. അതിനെ തട്ടി ഉണർത്തുന്നതാണ് പിശാചിൻ്റെ പരിപാടി. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, ഇംഗ്ലണ്ടിൽ നിന്ന് ഇപ്പോൾ സാമ്പിളൊന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇംഗ്ലണ്ടിൽ താമസിക്കുന്നവർക്ക് കല്യാണം കഴിച്ചാൽ ടാക്സ് കൂടുതൽ കൊടുക്കണം, ഇൻകം ടാക്സ് കൂടുതൽ കൊടുക്കണം കല്യാണം കഴിച്ചവർക്ക്. എന്നാൽ കല്യാണം കഴിയാതെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ താമസിച്ചാൽ 2 പേരും കൂടെ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. അതിന് വിലക്കുമില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ വരാൻ പോവുക. നമ്മുടെ പിള്ളേരൊന്നും അതൊക്കെ അതിൻ്റെ പുറകെ പോയാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര പേര് വാലന്റൈൻ ഡേ ഇവിടെ ഘോഷിച്ചു. 2000 രൂപയ്ക്ക് ഫ്രീ പോയത് ആരുണ്ട്? ഞാൻ ഒറ്റ കാര്യം പറയാം, 2000 രൂപയുടെ ഫ്രീ ഒരു ഒറ്റ പ്രാവശ്യം കിട്ടത്തുള്ളൂ. എന്നാൽ ദൈവത്തെ അറിഞ്ഞാലുണ്ടല്ലോ, ഒരു ദിവസം 20,000 രൂപയുള്ള ഹോട്ടലിൽ കയറി താമസിക്കാനുള്ള മാർഗം ദൈവം തുറന്നു തരും. മനസ്സിലായോ? ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ദിവസം തന്നെ $800 ഉള്ള റൂമിൽ താമസിച്ചിട്ടുണ്ട്. ഇന്നല്ല, വർഷങ്ങൾക്ക് മുമ്പ്. ഒരു ദിവസം $800.
എത്ര രൂപ വരും? 40,000 രൂപ, 45,000 രൂപ വരും ഒരു ദിവസത്തെ വാടക. താമസിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം വച്ച് നീട്ടുന്ന ഫ്രീയേക്കാൾ സ്വർഗം നിങ്ങളെ അധികാരപ്പെടുത്തി, സ്വർഗം നിങ്ങളെ ഉയർത്തി, സ്വർഗം നിങ്ങൾക്ക് ഏറ്റവും വിലപിടിച്ച അനുഭവങ്ങളും ഏറ്റവും വിലപിടിച്ച ഏറ്റവും നല്ല ജോലിയും ഏറ്റവും വിലപിടിച്ച വാഹനങ്ങളും ഏറ്റവും വിലപിടിച്ച എല്ലാം തരാൻ വിധി ഉണ്ടെങ്കിൽ അന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാം. ഇപ്പം നശിപ്പിക്കല്ലേ. തിരിച്ചു കിട്ടത്തില്ല. ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ നിങ്ങളെ കൊണ്ട് തലകുത്തി നിന്നാൽ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അതുകൊണ്ടൊരു തീരുമാനം, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. പ്രൈസ് ഗോഡ്. ഈ ഒരു തീരുമാനം ശരിക്കെടുത്തോണം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾ എടുത്തോണം. അവിടെ ഇവിടെയും പോകുമ്പോഴും വരുമ്പോഴും ചോദിച്ചോണം, നീ അതിൻ്റെ കൂടെ പോയോ, ഇതിൻ്റെ കൂടെ പോയോ, അവിടെ പോയോ, ഇവിടെ പോയോ, അത് തിന്നോ, ഇത് കുടിച്ചോ, ചോദിച്ചോണം. ഇല്ലെന്ന് ഉറപ്പാക്കണം. ഇല്ലെന്ന് മറുപടി കിട്ടിയാൽ പോരാ. പ്രൈസ് ഗോഡ്. അടുത്തത്, അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത ദൈവത്തിന്റെ സ്തോത്രം, ഡിസിഷൻ. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള പേരാണ്. അവരുടെ ഒറിജിനൽ പേരിൽ അവരറിയപ്പെട്ടില്ല. വായിച്ചു നോക്കിയേ, ഉൽപ്പത്തി ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം. ഷണ്ണാധിപൻ അവർക്ക് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പേരൊന്ന് വായിച്ചേ. 1:6. 1:6. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ്. 1:6. ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ് 4 യഹൂദ പേരുകളുള്ളവരുണ്ടായിരുന്നു. ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബേൽത്ത്ശസ്സർ എന്നും, ദാനിയേലിന് ബെൽത്ത്ശസ്സർ, ഹനന്യാവിന് ശദ്രക് എന്നും, അനന്യാവിന് ശദ്രക് എന്നും, മീശായേലിന് മേശക് എന്നും, മീശായേലിന് മേശക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. അസര്യാവിന് അബേദ്നെഗോ എന്നും പേരിട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവരെ പിന്നത്തേതിൽ നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം 16-ാം വാക്യം, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ 14-ാം വാക്യം നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത്. പഴയ പേരങ്ങ് പോയി. ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ രാജാവ് വിളിക്കുകയാണ്. അവരുടെ കൂടെ തന്നെ ഒരുത്തനുണ്ട്. അവനെ വിളിക്കുന്ന എന്നാന്നറിയാമോ? ദാനിയേലിനെ. 6:20. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ആരൊക്കെ പേര് മാറ്റിയിട്ടും ദാനിയേല് ദാനിയേലായി നിന്നു. നിന്റെ പേര് ദുർഗത്തിലെ ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിനക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു പേരുണ്ട്. അത് മാറ്റാൻ സമ്മതിക്കരുത്, അത് മായ്ക്കാൻ സമ്മതിക്കരുത്, അത് പിശാച് തൂത്തുകളയാൻ സമ്മതിക്കരുത്. ജീവന്റെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആമേൻ സ്നാനപ്പെട്ട ദൈവമക്കളുടെ പേരുകൾ ദൈവവചനത്തിൽ ഉണ്ട്, ജീവന്റെ പുസ്തകത്തിലുണ്ട്. ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോ എന്നല്ല വിളിച്ചത്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ദാസനായിരിക്കുന്ന. കാര്യം എന്നറിയാമോ? എന്താ കാര്യം? 1:8 നോക്കുമ്പോഴാണ് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. കൊച്ചു പയ്യനാ, പക്ഷെ അവൻ ഹൃദയത്തിൽ തീരുമാനിച്ചു, എനിക്ക് രാജഭോജനം വേണ്ട, രാജാവിന്റെ വീഞ്ഞ് വേണ്ട, രാജാവിന്റെ ഭോജനം വേണ്ട, ഞാൻ അശുദ്ധമാകത്തില്ല. പിന്നെ മറ്റൊരു കൂടെ നിന്നതാ. ഒന്ന് ഒറിജിനൽ, മറ്റേത് എക്കോയാ. ഒറിജിനൽ ആകട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒറിജിനൽ വിശുദ്ധന്മാരാകണം. അതുപോലെ തന്നെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പോൾ വല്ല പിള്ളേരുണ്ടായവരൊക്കെ മുട്ടി എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വളർന്നു വരാൻ. അല്ലെങ്കിൽ കണ്ണീര് കുടിക്കും. ലോകം ഇപ്പോഴത്തേക്കാളും കഷ്ടമായിട്ട് വരിക, അധമമായിട്ട് വരിക. അതുകൊണ്ട് മക്കൾ വളർന്നു വരാൻ പ്രാർത്ഥിക്കണം. ഒത്തിരി കണ്ണീര് ഒഴിക്കണം, ഒത്തിരി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പെൺപിള്ളേരുള്ളവർ 24 മണിക്കൂറും പ്രാർത്ഥിച്ചേ പറ്റുമെന്ന് ഞാൻ പറയുന്നു. പ്രൈസ് ഗോഡ്. വളരെ പ്രാർത്ഥിക്കും.
ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് ആമ്പിള്ളേരുള്ളവനെ ഞാൻ ഇത്ര പറയാത്തത്. ഞാൻ പറയാം, എൻ്റെ 2 ആൺമക്കളുണ്ട്. അവർ ഒരു ദിവസം വീട്ടിൽ നിന്ന് പോയി, 4 ദിവസം കഴിഞ്ഞാൽ മടങ്ങി വന്നു. എവിടെ ആയിരുന്നുള്ളതെന്ന് ചോദിച്ച് ഇന്നോടത്തായിരുന്നു പറഞ്ഞാൽ അകത്ത് കയറ്റാം. പെൺപിള്ളേർ പോയിട്ട് വന്നാലോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തിരി വ്യത്യാസമുണ്ട്. കൂടുതൽ പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. ഇനി ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ 5 തീരുമാനം അവരെടുത്തു. 5 തീരുമാനം എടുത്തപ്പോൾ അതിൽ നിന്നാണ് 5 റെവലേഷൻ ഉണ്ടായത്. അതാണ് ദൈവത്തിന് സ്തോത്രം. 164-ന്റെ 4-ാം വാക്യം, 16-ന്റെ 4-ാം വാക്യം 1-ാം ഭാഗം. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ഇതൊരു റെവലേഷൻ ആണ് കേട്ടോ. ലോകത്തിന്റെ പുറകെ പോയാൽ എൻ്റെ വേദന വർദ്ധിക്കും. എൻ്റെ വിശുദ്ധി വിട്ടാൽ വേദന വർദ്ധിക്കും. വേർപാട് വിട്ടാൽ വേദന വർദ്ധിക്കും. പ്രാർത്ഥന കുറഞ്ഞാൽ എൻ്റെ വേദന വർദ്ധിക്കും. ആരാധന കുറഞ്ഞാൽ എൻ്റെ വേദന വർദ്ധിക്കും. ഇതൊരു വെളിപ്പാടാണ്. മനസ്സിലായോ? ഇറ്റ് ഇസ് എ റെവലേഷൻ. പക്ഷെ ആ റെവലേഷൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം പറഞ്ഞ 5 തീരുമാനം ബുദ്ധിയിൽ കൈക്കൊള്ളണം. ബുദ്ധിയിൽ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ദൈവം വെളിച്ചം തരും, റെവലേഷൻ തരും. അന്യദേവൻ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അതൊരു റെവലേഷനാണ്. ഇനി 2-ാമത്തെ റെവലേഷൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 5-ാം വാക്യം. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. റെവലേഷനാണ്. അവൻ ഇടിച്ചു കയറി ഒന്നും കിട്ടണ്ട. ദൈവം അവൻ്റെ അവകാശമാണ്. ലേവി ഗോത്രത്തെ കുറിച്ച് പറഞ്ഞു, അവർക്ക് ഭൂമിയിൽ ഒരു സ്ഥലവും കൊടുക്കണ്ട. യഹോവ തന്നെ അവരുടെ അവകാശമാണ്. ദൈവം അവൻ്റെ അവകാശം. റെവലേഷനാണ്. അടുത്തത്, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. ആമേൻ. അത് റെവലേഷനാണ്. എനിക്കുള്ളതിനെ ആരും കൊണ്ടുപോകത്തില്ല. എൻ്റെ ശത്രുവിന് അത് എടുക്കാൻ പാടില്ല, പറ്റത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യനും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ മക്കൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം വേറെ ഒരുത്തരും തട്ടിയെടുക്കത്തില്ല. നിന്റെ മക്കളെ കണ്ടവൻ കൊണ്ടുപോകത്തില്ല. നിന്റെ മകനെ കണ്ടവൾ കൊണ്ടുപോകത്തില്ല. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിന്റെ ഉടമകളായി നിങ്ങളുടെ മക്കൾ തീരും. മനസ്സിലായോ? വെളിപ്പാടാണത്. ആ വെളിപ്പാട് നമുക്കുണ്ടാകണം. അല്ലാതെ വെറുതെ എന്തു ചെയ്യാനാ? പ്രാർത്ഥനയുണ്ട്, ഇതുണ്ട്, പക്ഷെ ഒരു വെളിപ്പാടില്ലാത്ത ജനം നശിച്ചു പോകും. പരിജ്ഞാനമില്ലാത്ത ജനം നശിച്ചു പോകും. വെളിപ്പാടില്ലാത്ത ജനം മര്യാദ വിട്ട് നടക്കും. യോഗ്യമായി നടക്കാൻ പറ്റത്തില്ല. വെളിപ്പാടുണ്ടെങ്കിലേ വിശുദ്ധയായി യോഗ്യമായി ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പള്ളിയിൽ വന്നു പോകും, യോഗ്യത കാണത്തില്ല. ലോകത്തിൻ്റെ മുമ്പിൽ കാണും, ദൈവത്തിൻ്റെ മുമ്പിൽ കാണത്തില്ല. പ്രൈസ് ഗോഡ്. ഇനി അടുത്ത വെളിപ്പാട്. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതാണ് 4-ാമത്തെ വെളിപ്പാട്. ആ വെളിപ്പാട് എന്താണെന്നറിയാമോ? എനിക്ക് ദൈവം തന്നിരിക്കുന്നത് മനോഹര ദേശമാണ് എന്ന് പറഞ്ഞാൽ, പ്രൈസ് ഗോഡ്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയാം. യോസഫിൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ അവിടെ ചെന്നു. ഗോശൻ ദേശം അവർക്ക് കിട്ടി. ദേശത്തേക്കും ഏറ്റവും നല്ല, രാജ്യത്തേക്ക് ഏറ്റവും നല്ല ദേശം അവർക്ക് കിട്ടി. ഒരു കന്നുകാലിയോളത്തിലെ ജോലി, പക്ഷെ ഏറ്റവും നല്ല ദേശത്തെ താമസം. മനസ്സിലാക്കണം. അതിൻ്റെ ഗുണമെന്നാ? നാട് മുഴുവൻ ഇരുട്ടുണ്ടായി, അവിടെ ഇരുട്ടുണ്ടായില്ല. നാട് മുഴുവനും, പ്രൈസ് ഗോഡ്, കൽമഴ പെയ്തു, അവിടെ കൽമഴ പെയ്തില്ല. നാട് മുഴുവനും നായീച്ച വന്നു, അവിടെ നായീച്ച വന്നില്ല. നാട് മുഴുവനും വെള്ളം കിട്ടാതെയായി, അവിടെ വെള്ളം കിട്ടാതെ വന്നില്ല. ഞാൻ പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതുപോലെ അങ്ങോട്ട് തീരുമാനമെടുത്ത് നിന്ന് കഴിഞ്ഞാൽ, നീ ആ പാർക്കുന്ന സ്ഥലം, നീ തിരഞ്ഞെടുക്കുന്ന ജോലി, നീ ചെയ്യുന്ന ബിസിനസ്, നീ താമസിക്കുന്ന വീട്, നീ പോകുന്ന വാഹനം, സകലതും അങ്ങ് വ്യത്യസ്തമായി ദൈവം അങ്ങ് മാറ്റും. ദൈവം നിന്റെ വിശുദ്ധിക്ക് മറുപടി തരും, നിന്റെ വേർപാടിന് മറുപടി തരും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, നിന്റെ ആരാധനയ്ക്ക് മറുപടി തരും. എല്ലാത്തിലും മെച്ചമായത് അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. എനിക്ക് ലഭിച്ചത് ഏറ്റവും മനോഹരമാണ്. എനിക്ക് ഏറ്റവും മനോഹരമാണ്. മനസ്സിലായോ? നിങ്ങളുടെ മക്കൾക്കും ജോലി കിട്ടും, മറ്റവനും ജോലി കിട്ടും. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയ ജോലി മനോഹരമായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിന്റെ മക്കളും ബിസിനസ് തുടങ്ങും, മറ്റുള്ളവരും ബിസിനസ് തുടങ്ങും. പക്ഷെ നിന്റെ മക്കൾ തുടങ്ങിയ ബിസിനസ് അത് മനോഹരമാണെന്ന് കാണാൻ സാധിക്കും. കാരണം എന്നറിയാമോ? യഹോവയുടെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നീ ചെയ്യുന്നത് മുഴുവൻ സാധിക്കത്തക്കവണ്ണം നിന്നെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കരം തൊടുന്നിടത്തെല്ലാം അനുഗ്രഹം തരുന്നൊരു കരമുണ്ട്.
മാത്രമല്ല എൻ്റെ നിന്റെ മക്കളെ വ്യത്യസ്തരായി നിർത്തും. നീ പോകുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടും, വരുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, വീട്ടിനകത്ത് അനുഗ്രഹിക്കപ്പെടും, കന്നുകാലിയുടെ പേറും പുറപ്പ് അനുഗ്രഹിക്കപ്പെടും, നിന്റെ തൊഴുത്ത് അനുഗ്രഹിക്കപ്പെടും, നീ തൊടുന്നത് എല്ലാം അനുഗ്രഹിക്കപ്പെടും. തലമുറകൾക്കുള്ള ഭാഗ്യമാണ്, തലമുറകൾക്കുള്ള പദവിയാണ്, ദൈവമക്കൾക്കുള്ള പദവിയാണ്. നീ ഞാനും തൊടുന്നതെല്ലാം അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമുണ്ട്. മനസ്സിലായോ? നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനോഹര ദേശത്ത് അളവൊന്നുമില്ല, എനിക്ക് വീണിരിക്കുന്നു എന്നിട്ട് പറയുന്നു, അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ എന്നെ താത്തിക്കെട്ടാൻ പലയിടത്തും പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ താണട്ടില്ല കേട്ടോ. അവിടെ നിന്ന് പൊങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ താഴ്ത്തിക്കെട്ടാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ അവർ താഴത്തില്ല, നിന്റെ തലമുറ താഴത്തില്ല, നിന്റെ മകൻ താഴത്തില്ല, നിന്റെ മകൾ താഴത്തില്ല. അവർ ദൈവത്തെ അറിയുന്നത് കൊണ്ട് തക്ക സമയത്ത് അവൻ ഉയർത്തും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പനും അമ്മയും മക്കൾക്ക് ഈ റെവലേഷൻ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം, കൊടുക്കണം റെവലേഷൻ. അവർ തീരുമാനമെടുക്കാൻ പ്രാർത്ഥിക്കണം, അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കണം. ഏതായാലും മക്കളുടെ ചരിത്രം ആർക്കറിയാം? അപ്പനും അമ്മയ്ക്ക് അറിയാം, ഒരു സംശയമില്ല. ഒന്നുമില്ല, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും. എങ്ങനെ പോയാലും അപ്പനെ അമ്മയെ കണ്ണ് വെട്ടിച്ചൊന്നും മക്കൾക്ക് പോകാൻ പറ്റത്തില്ല. ദൈവത്തിനെ ആരാധിക്കുന്നവരാണെങ്കിൽ ഈ ബലമായിട്ട് ഇടപെടണം, ശക്തിയോടെ ഇടപെടണം, പ്രാർത്ഥിച്ചിടപെടണം, ആരാധിച്ചിടപെടണം, പരിശുദ്ധാത്മായിട്ട് ഇടപെടണം, ശാസിച്ചിടപെടണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏലി പുരോഹിതൻ മക്കളെ ശാസിച്ചമർത്തായി കൊണ്ട് ഓഫ്നിയും പെനഹാസും ഒരേ ദിവസം പട്ടുപോയി. അവർ ഭാര്യമാരുള്ളവരായിരുന്നു, വായിച്ചറിയാം. അപ്പോൾ കല്യാണം കഴിഞ്ഞതിനെ ഒരു പുള്ളി ഒതുക്കിയില്ലെന്നാണ് ദൈവത്തിൻ്റെ ചാർജ് ഷീറ്റ്. ഏലി പുരോഹിതൻ പറഞ്ഞ്, നിന്റെ മക്കൾ കാണിക്കുന്ന വൃത്തികേടുകൾ നീ അംഗീകരിച്ച് കൊടുത്തത് കൊണ്ട് രണ്ടുപേർക്കും ഒരുപോലെ നാശം വരും, ഒറ്റ ദിവസം പട്ടുപോകും. എന്തിനാ നമുക്ക് ആകെ രണ്ടെണ്ണമുള്ളത്, പോണെന്തിനാ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. പ്രൈസ് ഗോഡ്. ഇനി ഈ 5 റെവലേഷൻ, ഈ 5 റെവലേഷൻ അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ കോൺസിക്വൻസ്, ഈ 5 റെവലേഷൻ വന്നാൽ 5 കോൺസിക്വൻസ് ഉണ്ടാവും. 16:8 ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ആ ഒരു അനുഭവം ഉണ്ടാവും. യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ബാബേലിലേക്ക് നാട് കടത്തപ്പെട്ടാൽ യോസഫ് പറയും, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. മനസ്സിലായി? അപ്പനും അമ്മയും കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്ന് പിള്ളേരെ കറക്റ്റ് ചെയ്യണ്ട, പിള്ളേർ സ്വയം കറക്റ്റ് ചെയ്യും. വെളിപ്പാട് കിട്ടിയാൽ കറക്റ്റ് ചെയ്യും, വഴിവിട്ട് പോകുകയില്ല. അതിനാദ്യം അപ്പനും അമ്മയ്ക്കും വേണം, അപ്പനും അമ്മയ്ക്കും ശരിക്കും വെളിപ്പാട് വേണം. മക്കൾക്ക് കിട്ടണം, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. വായിച്ചേ. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. രണ്ടാമത്തെ കോൺസിക്വൻസ്, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഇങ്ങനെ ആരാധിക്കുന്ന ദൈവമക്കൾ കുലുങ്ങിപ്പോകത്തില്ല. ഇങ്ങനെ ആരാധിക്കുന്ന വിശുദ്ധന്മാരും അവരുടെ മക്കളും എന്ത് ചെയ്യത്തില്ല? ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും, അതിൻ്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും, പിന്നെയും പർവ്വതങ്ങൾ കുലുങ്ങി വീണാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്. ഈ പർവ്വതവും സമുദ്രവും എല്ലാം കൂടെ ഇളകുമ്പോൾ ഒരു നദിയുണ്ട്. ആ നദി അത്യുന്നതന്റെ നിവാസത്തെ സന്തോഷിപ്പിക്കും. ദൈവം അതിൻ്റെ ഉണ്ട്. എല്ലാ കുലുക്കങ്ങളെയും മാറ്റി നിർത്തി നിനക്ക് വേണ്ടി ഒഴുകുന്ന ജീവജല നദി, ആ നദി നിന്നെ സന്തോഷിപ്പിക്കും, നിന്റെ മക്കളെ സന്തോഷിപ്പിക്കും, നിന്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കും, നിന്റെ ബിസിനസിനെ സന്തോഷിപ്പിക്കും, നിന്റെ ജോലിയിൽ സന്തോഷിപ്പിക്കും, നിന്റെ കുടുംബജീവിതത്തിൽ സന്തോഷിപ്പിക്കും, സകല വിഷയത്തിൽ നിന്നെ സന്തോഷിപ്പിക്കും. കാരണം ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും. മനസ്സിലായോ? ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അടുത്ത കോൺസിക്വൻസ്, മൂന്നാമത്തെ കോൺസിക്വൻസ് 9-ാം വാക്യം. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. മനസ്സിലായോ? ഇത്രയൊക്കെ റെസ്ട്രിക്ഷനൊക്കെ വച്ചാലും പേടിക്കണ്ട. ഹൃദയം സന്തോഷിച്ച് മനസ്സ് ആനന്ദിക്കും. മക്കളുടെയും അപ്പൻ്റെയും അമ്മയുടെയും മക്കളുടെ എല്ലാം കൂടെ ഒന്നിച്ച് ആനന്ദിക്കും. അങ്ങനത്തെ ഒരു ദിവസം വരും. തൽക്കാലം ദുഃഖം കാണും, തൽക്കാലം വേദന കാണും, തൽക്കാലം ബുദ്ധിമുട്ട് കാണും. ടാറ്റ പറയലൊക്കെ അത്ര എളുപ്പമല്ല, ശരിയാ. പണ്ട് യോഗാൻ്റെ പാട്ട് പാടുന്നു, ഭയത്തിന് ടാറ്റ, സിനിമയ്ക്ക് ടാറ്റ, പുകവലിക്ക് ടാറ്റ, എല്ലാത്തിനും ടാറ്റ. ടാറ്റ പറയാൻ എളുപ്പമല്ല, പക്ഷെ പറഞ്ഞ എളുപ്പമാണ്, അനുഗ്രഹമാണ്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് സന്തോഷിച്ച് മനസ്സ് ആനന്ദിക്കുന്നു. അടുത്തത് കോൺസിക്വൻസ്, എന്റെ ജഡവും നിർഭയമായി വസിക്കും. പ്രൈസ് ഗോഡ്. നാലാമത്തെ കോൺസിക്വൻസ്, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. പേടി കാണത്തില്ല. പരീക്ഷ എടുക്കാനും പേടിയില്ല, പരീക്ഷ കഴിഞ്ഞാലും പേടിയില്ല, പരീക്ഷ വന്നാലും പേടിയില്ല. ഇന്നത്തെ പിള്ളേർക്ക് ഓരോരുത്തർക്ക് ഭയങ്കര വയറുവേദന, ഛർദ്ദിക്കാൻ വരല്, എന്തൊക്കെ പ്രശ്നങ്ങളെന്നറിയാമോ? സഹിക്കാം. കാരണം എന്നറിയാമോ? ശരിയല്ല, ദൈവഭാഗത്ത് ശരിയല്ല. ദൈവഭാഗത്ത് ശരിയായിക്കോ, ഒരു അങ്കലാപ്പുമില്ല. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ദൈവമക്കളെ, ശരിക്ക് പറഞ്ഞാൽ സുബോധം ഉള്ളപ്പോഴും ഉറങ്ങാൻ പറ്റും, സുബോധം ഇല്ലെങ്കിലും ഉറങ്ങാൻ പറ്റും. ഞാൻ പരീക്ഷയുടെ തലേ ദിവസം സിനിമയ്ക്ക് പോയിട്ടുണ്ട്, സുബോധം ഇല്ലാഞ്ഞിട്ടാണ്. പരീക്ഷയുടെ തലേ ദിവസം പുസ്തകം മേടിച്ച് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സുബോധം ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷെ സുബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറ്റുമോ? പറ്റത്തില്ല. നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അടുത്ത റെവലേഷൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അഞ്ചാമത്തെ റെവലേഷൻ, അഞ്ചാമത്തെ കോൺസിക്വൻസ്, അടുത്ത വാക്യം. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ. ഞാൻ ഒരു കാര്യം പറയാം, ഇതുപോലെ ജീവിച്ച ദ്രവത്വം വരത്തില്ല. നിന്റെ വീട്ടിൽ ഡിറ്റോറിയേഷൻ വരത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കറപ്ഷൻ കാണത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ദ്രവത്വം, ജീർണത നിന്റെ വീട്ടിലുണ്ടാവത്തില്ല. എല്ലാം നല്ല ജീവൻ തുടിച്ച് നിൽക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, പറഞ്ഞാൽ കേൾക്കുന്ന മക്കള്, ഭക്തിയുള്ള മക്കള്, വീട്ടിൽ എല്ലാം ജോലിയും നല്ല ഭംഗിയായി മക്കൾക്ക് വേണ്ടി അപ്പന് വേണ്ടി ചെയ്യുന്നൊരു ഭാര്യ. പ്രൈസ് ഗോഡ്. തരത്തിത്തരം ആഹാരം, നല്ല വസ്ത്രം, നല്ല വാഹനം, വാടകയ്ക്കല്ലാതെ സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള അനുഗ്രഹം. പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് രോഗമൊന്നുമില്ലാത്ത ആരോഗ്യമുള്ള അനുഭവം. ഇതെല്ലാം ദ്രവത്വമില്ലാത്തൊരനുഭവമല്ലേ? ഇനി എന്തിൻ്റെ കുറവ്? സന്തോഷം വേണം, അത് കെടുത്തരുതെന്ന്. സമാധാനം വേണം, അത് കെടുത്തരുത്. ഭാര്യയും കെടുത്തരുത്, ഭർത്താവും കെടുത്തരുത്, മക്കളും കെടുത്തരുത്. എൻ്റെ വീട്ടിൽ ഞാൻ സമാധാനം ഉണ്ടാക്കും. അതിനെന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി, സമാധാനത്തോടെ സംസാരിച്ചാൽ മതി. വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി വെടിയൊന്നും നിർത്തണ്ട, തോക്കൊന്നും മാറ്റണ്ട. AK-47 ഒന്നും വീട്ടിലില്ല. വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ബോംബൊന്നും കുഴിച്ചു മാറ്റണ്ട, മൈനൊന്നും വാരി മാറ്റണ്ട. വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, നിങ്ങളുടെ നാക്ക് ഒന്ന് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി, അപ്പം വീട്ടിൽ സമാധാനം ഉണ്ടാവും. ഇന്ന് ഞാൻ പറയാം, അനേക വീടുകളിൽ കലഹത്തിൻ്റെ കാരണം എന്നറിയാമോ? നാക്കാണ് കാരണം. ഈ പറയുന്നത് മറ്റുള്ളവരെ മുറിപ്പെടുത്തുമെന്നുള്ള വിചാരമില്ല, ജയിച്ചാൽ മതി. നിന്റെ വീട്ടിൽ ഒരുത്തൻ്റെ ഹൃദയം മുറിപ്പെട്ടാൽ ആ വീടന്ന് മരണവീട് പോലെ ആകും കേട്ടോ. നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് മറ്റാളുടെ ഹൃദയം വേദനിച്ചാൽ ആ വീട് മരണവീട് പോലെയാകും, സന്തോഷം ഉണ്ടാകത്തില്ല. കാറിൽ പോകുമ്പം ഒരുത്തനെ ഒന്ന് വഴക്ക് പറഞ്ഞു നോക്കിയേ, പിള്ളേർ ഒരുത്തനെ ശരിക്കൊന്ന് വഴക്ക് പറഞ്ഞു നോക്കിയേ, അവൻ അവിടെ മൂകമായിട്ടിരിക്കും, ആ യാത്ര മുഴുവൻ മൂകമാകും, സന്തോഷം പോകും. ഈ കാശ് മുടക്കി, പെട്രോൾ മുടക്കി കന്യാകുമാരിക്ക് പോയിട്ട് എന്നാ കാര്യം? അപ്പോൾ വീട്ടിലെ സന്തോഷം കെടുത്തുന്നത് നിങ്ങളുടെ വാക്കുകളാണ്. സൂക്ഷിക്കണം. തോന്നിയത് വിളിച്ച് പറയല്ലേ, വായി തോന്നിയത് വിളിച്ച് പറയല്ലേ, ദേഷ്യം തീരാൻ വേണ്ടി പറയല്ലേ. ആലോചിച്ച് കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുത്തിയ സന്തോഷമുള്ള കാര്യങ്ങൾ പറ. വീട്ടിൽ എന്ത് സന്തോഷമായിരിക്കും അറിയാമോ? പട്ടിണിയാണെങ്കിലും പ്രശ്നമല്ല, കടമാണെങ്കിലും പ്രശ്നമല്ല, ചമ്മന്തിയും കഞ്ഞിയും മതി, സന്തോഷമുണ്ടാകും. സംസാരിക്കാൻ പഠിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ദൈവം ഈ 5 കോൺസിക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ കാച്ചി കുറുക്കിയ ഒരു ഉറപ്പും ഒരു ഹോപ്പും ഉണ്ട്. എന്നാന്നറിയാം? അവസാനത്തെ വാക്യം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും, നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. എന്തൊരു സന്തോഷമുള്ള ജീവിതമല്ലേ. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. എൻ്റെ മക്കൾക്ക് ജീവൻ്റെ വഴി കാണിച്ചു തരും. എൻ്റെ മാതാപിതാക്കൾക്ക് ജീവൻ്റെ വഴി കാണിച്ചു തരും. ഞങ്ങൾക്ക് കുടുംബമായി ജീവൻ്റെ വഴി കാണിച്ചു തരും. എന്നിട്ട് നിൻ്റെ വലത്തു ഭാഗത്തുള്ള സന്തോഷത്തിൻ്റെ പരിപൂർണത ഞങ്ങൾ അനുഭവിക്കും. പറ്റുമോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവമേ, ഈ സന്തോഷം ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ കുടുംബത്തിൽ വേണം. ചില തീരുമാനങ്ങളെടുക്കുക. പലിശയ്ക്ക് കാശ് വാങ്ങിക്കുന്നത് തൊട്ട് പിള്ളേരെ വളർത്തുന്നത് വരെയുള്ള വീട്ടിലെ സംസാരം തൊട്ട് പ്രാർത്ഥന വരെയുള്ള കാര്യങ്ങൾ ഇന്ന് ദൈവാത്മാവ് സംസാരിച്ചു. എത്ര ഇവിടെ തല കയറിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ആരംഭിക്കാൻ പോകുകയാണ്. എന്ന് ആരംഭിക്കും.
ചോദിക്കട്ടെ, എൻ്റെ വീട്ടിലൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. എത്ര പേർക്ക് കരം കൊണ്ടുവരുത്തി ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കും? അടിയനിതാ ദേവ, സമർപ്പണത്തോടെ പാടാം. അടിയനിതാ ദേവ, അടിയനിതാ ദേവ, അടിയനിതാ, അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ. അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ. അടിയനിതാ, അടിയനിതാ. ഒരു പൂർണ്ണമായി സമർപ്പിക്കാൻ ദൈവമക്കളെ, ദൈവം നിങ്ങളെ സഹായിക്കും, നിശ്ചയമായിട്ട് സഹായിക്കും. തകർന്നിട്ടില്ല. എത്ര ആഴത്തിൽ കാര്യങ്ങൾ പോയാലും ദൈവം പൊക്കിയെടുക്കും. എത്ര നശിച്ചു പോയാലും ദൈവം പണിയും. വിശ്വാസത്തോടെ പാട്. രക്ഷിപ്പാൻ കഴിയാതവണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല, സഹായിപ്പാൻ കഴിയാതവണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങൾ തീരുമാനമെടുത്താൽ മതി, നിങ്ങളൊരു തീരുമാനമെടുത്താൽ മതി. ഇന്ന് തൊട്ട് മാറ്റം ഉണ്ടാവും. അടിയനിതാ ദേവാ. നിന്റെ തലമുറയ്ക്ക് മാറ്റം വരണ്ടേ? ബിസിനസിന് മാറ്റം വരണ്ടേ? ജീവിതത്തിന് മാറ്റം വരണ്ടേ? സമ്പത്തിന് മാറ്റം വരണ്ടേ? ജോലിക്ക് മാറ്റം വരണ്ടേ? സമർപ്പിക്ക്. അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യൻ. അവന് രക്ഷിക്കാൻ കഴിയാത്ത വിഷയമില്ല, അവന് സൗഖ്യം കഴിയാത്ത രോഗമില്ല. ആലംബവും നീ എൻ ദൈവം, നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയം. നിന്റെ മക്കളെ കുറിച്ച് വലിയ പ്രതീക്ഷയില്ലേ?
കുടുംബത്തെക്കുറിച്ച് പ്രതീക്ഷകളില്ലേ? ബിസിനസിനെ കുറിച്ച് പ്രതീക്ഷകളില്ലേ? ഭാവിയെ കുറിച്ച് പ്രതീക്ഷകളില്ലേ? ആരാധിച്ച ദൈവത്തിന് ജയമെടുക്ക്. ഇന്ന് മാത്രം മാറ്റം വരട്ടെ, ഇന്ന് മുതൽ മാറ്റം വരട്ടെ. ഈ ഒരൊറ്റ ദിവസം മതി ദൈവത്തിന്. കരങ്ങളെ ഉയർത്തി ഒന്ന് സമർപ്പിച്ചാട്ട് ദൈവമക്കളെ, ആത്മാർത്ഥമായിട്ട്. എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സമർപ്പിക്കുക. അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ, അടിയനിതാ. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന്